ചർച്ചാ വിഷയം ഒരു സൈക്കോളജിക്കൽ ടേം ആണ്. അത് അതിനെ ആ ടേം വിളിക്കപ്പെടുന്നത് ഗ്യാസ് ലൈറ്റിംഗ് എന്നാണ്. ഗ്യാസ് ലൈറ്റിംഗ്. അപ്പൊ ഈ പദം 2 ദിവസം മുമ്പ് ഞാൻ കേട്ടിട്ടേ ഇല്ല. പക്ഷേ ഞാൻ ഈ പദം എനിക്കെതിരെ ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ അർത്ഥം എന്താണെന്ന് പോയി ഇതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തപ്പോ എനിക്കൊഴിച്ച് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോ അതാണ് ഇങ്ങനെ ഒരു ചർച്ച വേണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ കാരണം. ഓക്കെ, അപ്പോ ഞാനും ഒരു ഇൻഡസ്ട്രിയിലെ സീനിയറായ ഒരു കക്ഷിയും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ ഈ വ്യക്തിയെ ചെറുതായിട്ടൊന്ന് സ്ലെഡ്ജ് ചെയ്തു. ഓക്കെ, ബൈ സൈറ്റിംഗ് അനദർ തിങ്. അപ്പോ അയാൾ എന്നെ അക്യൂസ് ചെയ്തു, നിങ്ങൾ എൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളൊരു ടെക്നിക്കാണ്, അത് എൻ്റെ അടുത്ത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് എന്തൊട്ടാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് ചോദിച്ചു. ഞാൻ എടുത്തു നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് ചിരി വന്നു. അപ്പൊ ചിരി വന്നപ്പോ ഞാൻ അപ്പൊ അയാളെ ഞാൻ സ്ലെഡ്ജ് ചെയ്യാനുള്ള കാരണം ഗോയിങ് ഫോർവേഡ് വാട്ട് ഹി ഷുഡ് ഡു ഇൻ ഓർഡർ ടു റിവൈവ് ഓർ എൻഹാൻസ് ഹിസ് കരിയർ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലായിരുന്നു. അപ്പോ എനിക്ക് അവിടെ ഒരു പ്രിസ്ക്രിപ്റ്റീവായിട്ട് സംസാരിക്കേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ പുള്ളിയെ ഒന്ന് പ്രഷറൈസ് ചെയ്തത്. അപ്പോഴാണ് ഈ സാധനം വന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രസ്തുത കക്ഷിയുടെ ഗുണത്തിന് വേണ്ടി പറഞ്ഞ കാര്യം അത് പുള്ളി അതിനെ പെർസീവ് ചെയ്തത്, അയാളൊരു സാധാരണക്കാരനാണെങ്കിൽ കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസും അത്യാവശ്യം ബോധവും ഈ മറ്റേ സമൂഹത്തിലൊക്കെ റെസ്പെക്ട് ഉള്ള ആളാ. അപ്പൊ പിന്നെ അറിയാലോ. അപ്പൊ ഞാൻ ഈ പദം നോക്കി കഴിഞ്ഞപ്പോ അപ്പൊ എന്താണ് പ്രിസ്ക്രിപ്റ്റീവ് സജഷൻ, എന്താണ് അഡ്വൈസ്, ഹൗ മച്ച് യു ക്യാൻ ആർട്ടിക്കുലേറ്റ് സംതിങ്. അതായത് ഇപ്പൊ ഞാനിപ്പോ എന്റെ രാഷ്ട്രീയ വീക്ഷണം പറയാണ്. ഓക്കെ, അപ്പൊ അത് സഹിക്കാൻ പറ്റാത്ത ഒരാള് അത് വേണമെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ട് എടുക്കാം. അപ്പോ നാളെ എന്റെ മോൻ പറയാണ്, ഓക്കെ അപ്പൻ എന്റെ അടുത്ത് ഗ്യാസ് ലൈറ്റിംഗ് ഒന്നും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ പിന്നെ കൺസ്ട്രക്റ്റീവായിട്ട് ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ നടക്കൂല. ഓക്കെ, അപ്പൊ ഈ ഗ്യാസ് ലൈറ്റിംഗ് ഒരു കോമൺ പദമാണെന്നും യൂട്യൂബിൽ ഈ ഇന്റർനെറ്റ് മീമായിട്ട് അത് സ്പ്രെഡായി ടെലിവിഷൻ ചാനലുകളിലും പൊതുവെ ഉപയോഗിക്കുന്നതായിട്ട് പശ്ചാത്തലത്തില് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, ഓക്കെ ഈ ഒരു ചെറിയൊരു സോഷ്യൽ ആക്ടിവിസം എനിക്കുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ടെക്നോളജിയുടെ സ്റ്റാൻഡേർഡ് കൂട്ടുക. അപ്പൊ സ്റ്റാൻഡേർഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പല സ്ഥലത്തുനിന്ന് മറ്റേ മോഡൽസ് ഞാൻ ഉണ്ടാക്കുകയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കുകയും എൻസംബിൾ ചെയ്തിട്ട് പലതും ടെസ്റ്റ് ചെയ്ത് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇഫ് യു ഡു ലൈക്ക് ദിസ് യു ക്യാൻ ഡു ദാറ്റ്. അപ്പോ പലപ്പോഴും ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവാറില്ല, വിരുദ്ധമായ ഫലമാണ് ഉണ്ടാവാറ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഓക്കെ മറ്റേ C++ പഠിച്ചാലേ കമ്പ്യൂട്ടേഷണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ, ഒരു അഡ്വാൻസ് പ്രോഗ്രാമർ ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മുതൽ C++ പഠിക്കാതെ ഗൂഗിളിൽ കയറിയവരും ആമസോൺ കയറിയവരും ബിൽഗേറ്റ്സ് C++ പഠിച്ചിട്ടില്ല എന്ന് വരെ പറയും. ഓക്കെ, അപ്പൊ കുമാരമുള്ള സാറ് പറഞ്ഞ മാതിരി ഞാൻ പറയും, നമ്മളിപ്പോൾ നിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബിൽഗേറ്റ്സിന്റെ കാര്യമാണ് പറയും. പക്ഷേ ഇവൻ ഡാമേജ് ആസ് ആൾറെഡി മിണ്ട. ഓൺടോളജി എന്നുള്ള പദം തന്നെ പലർക്കും ചതുർത്ഥിയ. DSL എഞ്ചിനീയറിംഗ് കേട്ട് കഴിഞ്ഞാൽ എന്റെ വികൃതമായ ഓർമ്മ വരും. അപ്പോ ഈ മറ്റേ മൊണാഡ് അപ്ലിക്കേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിനെ ഞാൻ നിരോധിച്ചോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പൊ അതും മറ്റേ ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ട് നിർവഹിച്ചേക്കപ്പെട്ടൂടെ? അപ്പോ ഈ പദം ആദ്യം ഡിസ്കസ് ചെയ്ത 2-3 പേരിൽ നിങ്ങൾ 2 പേരുണ്ടായിരുന്നു. അപ്പോ അറ്റ്ലീസ്റ്റ് എനിക്ക് മനസമാധാനം തരുന്ന മറുപടി നിങ്ങളാണ് എനിക്ക് തന്നത്. നിങ്ങൾ 2 പേരുണ്ട്. അപ്പൊ ഇത് ഗ്യാസ് ലൈറ്റിംഗ് മാത്രമല്ല, ഈ പല മീമുകളും ഈ ഇപ്പൊ കാർഗോ കൾട്ട് പ്രോഗ്രാമിംഗ് പൊതുവെ ഒരു ബാഡ് അല്ലെങ്കിൽ ഒരു ആന്റി പാറ്റേൺ ആയിട്ടാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ
കാർഗോ കൾട്ടിന് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഒക്കെ പഠിക്കുമ്പോൾ ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. അപ്പൊ നമ്മൾ ഒരു ടെംപ്ലേറ്റ് വേണമല്ലോ നമുക്ക് ഫേക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പൊ അവിടെ കാർഗോ കൾട്ട്. അപ്പൊ എവിടെയൊക്കെ ഇമിറ്റേഷൻ ഉണ്ടോ അവിടെ കാർഗോ കൾട്ട് ഉണ്ട്. ഓക്കെ, അത് അത്ര തെറ്റൊന്നുമല്ല. പക്ഷെ കാർഗോ കൾട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കണം. അതേമാതിരി തന്നെ ഹേർഡ് എഫക്ട്. ഓക്കെ, ഹേർഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ് കമ്പനീസും ഒക്കെ നമ്മുടെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹേർഡ് എഫക്ട്സ് പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉപയോഗിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടെങ്കിലും ഇടയ്ക്ക് കോർപ്പറേറ്റ് സെൻസിലൊക്കെ ലീഡേഴ്സ് ഹേർഡ് എഫക്ട് യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ എവിടെ ഒരു കാര്യത്തെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം, എവിടെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കണം, എന്താണ് അതിന്റെ നിർവചനം, ഇതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളൊരു പദത്തിന്റെ പ്രൊമിനൻസ് അല്ലെങ്കിൽ അതിന്റെ യുബിക്വിറ്റി. ഒരു ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഈ ചില മീമുകളുണ്ട്, ഇത് ഭയങ്കര റിസ്ക്കാ. ഫസ്റ്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടത് പഠിച്ചാൽ പോരെ. അപ്പൊ തന്നെ അവിടെ ദാരിദ്ര്യം വരികയായി. കാരണം ആ ഇൻഡസ്ട്രിയിൽ നമ്മളും അംഗങ്ങളാണെന്നും ആ ഇൻഡസ്ട്രി എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് ഭാഗധേയം ചെയ്യാൻ എന്താ പറയാ നയിക്കാമെന്നും പലർക്കും അറിയില്ല. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് വേണ്ടത് പഠിച്ചാൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ്കോ നിലനിന്നാൽ ഗുണം കിട്ടാവുന്ന ആൾക്കാർ തുടർച്ചയായിട്ട് ഭരിച്ച് ഈ അവിടെ ഇന്നോവേഷൻ ഉണ്ടാവില്ല. ഇനി അടുത്തത്, ഈ ക്രഡിനപ്പുറത്ത് എന്ത് സോഫ്റ്റ്വെയർ ഇവിടെ വന്നെ, പിന്നെ ഇതിന് മുകളിൽ പഠിക്കണം. ഓക്കെ, അതോടെ എന്തുട്ടെന്ന് വെച്ചാല് ചില ബിരുദന്മാര് ADO.NET സെഷൻസ് എല്ലാ ആഴ്ച എടുക്കും, ചായയും പരിപ്പോടെയും ഇതുമാതിരി. ഓക്കെ, അപ്പൊ പിന്നെ ഈ എന്തെങ്കിലും ഒരു ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ, മൈക്രോ കേർണൽ ആർക്കിടെക്ചർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്ലഗിൻ ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞാൽ ആർക്കിടെക്ചർ ഡിപ്പെൻഡൻസി ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാനും കുറച്ച് മീമൊക്കെ പഠിച്ചിടാറുണ്ട് തിരിച്ച്, മനസ്സിലായില്ലേ? അപ്പോ ഈ നെഗറ്റീവ് മീംസ് ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സൈഡ് എഫക്റ്റും കൂടി ഉണ്ട്. അപ്പൊ ലാലിന്റെ ടേക്ക് എന്താണ് ഗ്യാസ് ലൈറ്റിങ്ങിനെ കുറിച്ച്? ഈ ഉപദേശം ഗ്യാസ് ലൈറ്റിംഗ് ആവുന്നത് എപ്പോഴാണ്? ഇനിയിപ്പോ അങ്ങനെ വരുമ്പോ ഡിസ്ക്രൈബ് ചെയ്യണോ അതോ പ്രിസ്ക്രൈബ് ചെയ്യണോ? എവിടെ വെച്ച് പ്രിസ്ക്രിപ്ഷൻ നിർത്തണം? ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇതാണ് പ്രമേയം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ വേറൊരാളെ എന്തെങ്കിലും രീതിയിൽ മെനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കാര്യത്തിനെ തെറ്റിച്ച് പറയുക, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക, ആ സംഭവമാണ് ഗ്യാസ് ലൈറ്റിംഗ്. അപ്പം അത് ഞാൻ ഒരു കാര്യം ഓക്കെ ഫർദർ എലാബറേറ്റ് ഫുൾ എലാബറേറ്റ് ചെയ്തിട്ട് എൻ്റെ ഡൗട്ട് ചെയ്യാം. അല്ല അതപ്പോൾ ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ, അതായത് ഇപ്പം ഇത് ഭയങ്കര എന്താ പറയുക, ആ ടേം ഭയങ്കര മിസ്യൂസ് ചെയ്ത് എല്ലായിടത്തും യൂസ് ചെയ്തൊരു എന്താ പറയുക, അതിനൊരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയിലെത്തിയൊക്കെയാണ്. തൊട്ടനും പിടിച്ചതിനൊക്കെ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളൊരു ടൈറ്റിൽ ചാർത്തി കൊടുക്കുക എന്നുള്ള ഒരു സംഭവത്തിലിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പ്രോപ്പർ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ, ഞാൻ സൈക്കോളജിയുടെ ഇതിലാണ് പറയണത്, അതിൽ ഇതാക്കി കഴിഞ്ഞാൽ ഇത് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ കമ്പനികളിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതായത് അപ്പർ മാനേജ്മെൻറ്റ് ആൾക്കാർ താഴത്തേക്ക് ഒക്കെ അത് വേണമെങ്കിൽ ഒരു പവർ സ്ട്രഗിൾ എന്നുള്ള രീതിയിലാണ്. എങ്ങനെയാണ് അതിനെ എത്തണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അപ്പൊ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്ന് എടുക്കട്ടെ. അതായത് ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയില് ഈ ആൾക്കാര് ഭയങ്കരമായിട്ട് എനിക്കെതിരെ റിബൽ ചെയ്തപ്പോ ഞാൻ ഇതിൽ അവരെ വെറുതെ വിട്ടു. പതുക്കെ അവർക്ക് വളയേണ്ടി വന്നു. അതായത് അതിനെ ഒരു പുള്ളി ലിങ്ക്ഡിനിലൊക്കെ ആർട്ടിക്കിൾ എഴുതി, സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നാണ് അതിനെ പുള്ളി വിളിച്ചത്. സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആസ്പിറേഷണൽ സോഫ്റ്റ്വെയർ എൻവയോൺമെന്റിൽ അവിടുത്തെ കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത്, ഇപ്പൊ ആ കോണ്ടെക്സ്റ്റിൽ ഞാനായിരുന്നു. അപ്പൊ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന ലെവലിലോട്ട് ഇവര് വരാൻ വിസമ്മതിക്കുകയും ഇവര് ഈ മറ്റേ ബൈക്ക് ഷെഡിങ് ഒക്കെ ചെയ്ത പശ്ചാത്തലത്തില് ഞാൻ വെറുതെ വിട്ടപ്പോ ഇവർക്ക് ഒരു അരക്ഷിതാവസ്ഥയും ഭയവും, ഫിയർ, അൺസർട്ടനിറ്റി, ഡൗട്ട് ട്രിഗർ ചെയ്യുകയും ഇവൻച്വലി ഭാഗികമായിട്ട് ഇവർക്ക് കംപ്ലൈന്റ് വന്നു.
അപ്പൊ അതിനെ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നാണ്. സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനിയിൽ അത് പൊതുവേ ചെയ്യാറുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ചെയ്തതിന് അതിന്റെ ഒരു ഈവൻ എന്റെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു മോഡലായിട്ടല്ല ഞാനത് അപ്ലൈ ചെയ്തത്, ഒരു പ്രതിഭാസമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോ ഇങ്ങനെ വന്നു. അപ്പൊ അത് അത് മറ്റേ ഗ്യാസ് ലൈറ്റിംഗ് ആണോ? അതല്ല, അതായത് അതല്ലാന്ന് മാത്രമല്ല, അതെന്തുകൊണ്ടല്ല ഫാമിലിയിൽ നടക്കുന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും തല്ലി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന, അതായത് ഒരു ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ ഒരാഴ്ചയോ, അത് ആളുടെ ടെമ്പർ അനുസരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്ന സംഭവം വരുമല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾക്ക് അറിയാം ഇത് സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണെന്ന്. അയാൾ ചിന്തിക്കണേന ഒരു തരത്തിലും ഈ സാധനം ബാധിക്കുന്നില്ല. അയാളെത്തിയ കൺക്ലൂഷനാണ്. അയാളെ മെനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണില്ല. മെനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മെൻ്റൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി മെനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണില്ല. അപ്പം അത് ഇതിൽ പെടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു എക്സിക്യൂട്ടീവിന് ഇപ്പൊ ഞാൻ പറയട്ടെ, പല കമ്പനികളിലും 100 പേരുടെ ടീമിന് 80 പേരെ റിസോഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഒരു ഷഫ്ലിംഗ് നടക്കുമല്ലോ, ഒരു പ്രത്യേക രീതിയിൽ പ്രയോറിറ്റൈസേഷൻ നടക്കും അവിടെ, അല്ലേ? അപ്പൊ ഈ പലപ്പോഴും പ്രയോറിറ്റിയിൽ പോകുന്നവരെ അവരുടെ വിധിയാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ നീ അതിനുള്ളൂന്നോ അതിനുവേണ്ടി ഗെയിംസ് കളിക്കുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അത് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു മാനേജറെ പുള്ളി വിചാരിക്കുവാണ് ആൾക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ആളുടെ കീഴിലുള്ള സ്റ്റാഫിനെ ഒരാളെ ഐസൊലേറ്റ് ചെയ്തിട്ട് നിനക്ക് മറ്റവരുടെ പോലെ പെർഫോം ചെയ്യാൻ പറ്റണില്ല, അവരുടെ നല്ല പെർഫോമൻസ് ആണ്, എന്തുകൊണ്ടാണ് നിനക്ക് എത്താൻ പറ്റാത്തതെന്നുള്ള രീതിയിൽ ഒരു ഇമോഷണൽ സംഭവം ഉണ്ടാക്കുവാണെങ്കിൽ അത് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ പക്ഷെ അത് ഞാൻ പറയട്ടെ, അവിടുത്തെ റിസോഴ്സ് കൺസ്ട്രെയിന്റ് അല്ല അത് ട്രിഗർ ചെയ്യണേ. അതെ, അത് എങ്ങനെ വേണമെങ്കിലും മാനേജർക്ക് ഹാൻഡിൽ ചെയ്യാലോ. അത് ഒരാളെ ഐസൊലേറ്റ് ചെയ്ത് അയാളിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ഈ മാനേജറുടെ ഗെയിമിന് വേണ്ടി ചെയ്യുന്നത് ആണ്. അല്ല, ഇപ്പൊ മാനേജറിന്റെ ഗെയിം വേണമെന്നില്ലല്ലോ. ഇപ്പൊ എല്ലാ സർവീസസ് കമ്പനിയിലും എല്ലാ കൊല്ലം ഒരു വാർഷിക അപ്രൈസൽ ഉണ്ട്. അപ്പൊ സെൽഫ് അപ്രൈസലും ഇമ്മീഡിയറ്റ് മാനേജർ അപ്രൈസലിലൊക്കെ മിക്കവർക്കും നല്ല പെർഫോമൻസ് കിട്ടും. അതുകൊണ്ട് റിസോഴ്സ് അലോക്കേഷൻ ഉണ്ടല്ലോ, ഇപ്പൊ ഇൻക്രിമെന്റ് ബൈഫർക്കേഷൻ ഒക്കെ വരുമ്പോ നോർമലൈസേഷൻ എന്നുള്ളൊരു പ്രോസസ് ആണ്. അപ്പൊ നോർമലൈസറിൽ പലപ്പോഴും മെറിറ്റോ, ചിലപ്പോ ബിസിനസിന്റെ കണ്ണില് അധികം മെറിറ്റോറിയസ് ആയിട്ടുള്ള, ആർക്കും താല്പര്യമില്ലാത്ത വർക്ക് ചെയ്യുന്ന ഒരുത്തനായിരിക്കും ഇമ്പോർട്ടന്റ്. അപ്പൊ അവന് കുറച്ച് സ്ക്യൂവേജ് വരും. അത് കഴിഞ്ഞിട്ട് ഈ 360 ഡിഗ്രി അപ്രൈസ് ഉള്ള സ്ഥലത്ത് തിരിച്ച് ചോദ്യം വരും, എന്തുകൊണ്ട് അതായില്ല. അപ്പൊ ഇവര് പലപ്പോഴും അവിടെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, മറ്റേ ഗ്യാസ് ലൈറ്റിംഗ് കൈൻഡ് ഓഫ് ടെക്നിക്സ് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടോ? എന്താ പറയുന്നത്? അല്ല, അവിടെയാണ് എന്റെ പ്രശ്നം. അപ്പൊ എന്താണ് അപ്പൊ ഈ പദം ഞാൻ പറയട്ടെ, ഞാൻ വേറൊരു നിർവചനം നൽകിയാലോ? ഓക്കെ, ലെറ്റ് പീപ്പിൾ പ്ലേ ദ മൈൻഡ് ഗെയിം. അതിന് ക്രിമിനൽ സ്വഭാവം വരുമ്പോഴാണ് അതിനെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് വിളിച്ചാലോ? ഞാൻ ഇൻഫ്ലുവൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് കാണുന്നത് സാർ. അതായത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നമ്മൾ ചുറ്റുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് ബിഹേവിയറൽ ചേഞ്ചസ് ഇംപ്ലൈഡ് ആണ് സറൗണ്ട് എൻവയൺമെന്റിൽ. അപ്പോ ആ ഇൻഫ്ലുവൻസിന്റെ ഇന്റന്റ് എന്താണെന്നുള്ളതാണ് ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. അതായത് ഇപ്പോ 2 പാർട്ടിയുള്ള ഗെയിം ആണെങ്കിൽ ഇപ്പോ എയുടെ ബെനിഫിറ്റിന് വേണ്ടി ബീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിയുടെ ഡിസഡ്വാൻറ്റേജിലൂടെ നയിക്കണമെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് കൈൻഡ് ഓഫ് ടെക്നിക്സ് അവിടെ എംപ്ലോയിഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം ഇൻ ജനറൽ. അതല്ല, അപ്പൊ അതിപ്പോ ഞാൻ പറയട്ടെ, അല്ല ഇനി കളക്റ്റീവ് ഗുഡ് ആണ് അങ്ങനത്തെ. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നോക്കേണ്ടി വരും. അല്ല, അതെ, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ എന്റെ ചെറുപ്പത്തിലായിട്ട് ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി വിവേകം വന്ന് അവൻ ഭയങ്കര മിടുക്കനാന്ന് പറയും. ഓക്കെ, അപ്പൊ മിടുക്കനാണെന്ന് പറയുമ്പോ നമ്മൾ ആദ്യമേ പോയി നോക്കും, അവന് കാൽക്കുലസ് എന്തോരം അറിയാം, മറ്റേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ, ഇനിയിപ്പോ അവൻ സോഷ്യൽ, ഇങ്ങനെ ഇവനെ പല രീതിയിൽ സെഗ്മെന്റ് ചെയ്ത്
ഈ സി ഇപ്പൊ എനിക്ക് അവന്റെ ഇൻഫർമേഷൻ പിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്കഷൻ അവന്റെ സ്ട്രെങ്ത്തിലോട്ട് കൊണ്ടുപോകും. ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് വരുമ്പോ അവന് അഡ്വാൻറ്റേജ് കിട്ടുന്ന ലെവലിൽ നിന്ന് നമ്മളെല്ലാവരും ചെയ്യേണ്ടതെന്ന് തോന്നണേ ഷിഫ്റ്റ് ചെയ്യും ആണോ? അതെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കണ സദസ്, അതായത് ഇപ്പൊ എയും ബിയും തമ്മിലാണ് ഗെയിമെങ്കിൽ 2% റിലേഷൻഷിപ്പില് സിയുടെ പെർസെപ്ഷനൊക്കെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്താലേ ഈ പറയുന്ന എന്താ പറയാ ഈ ഗ്യാസ് ലൈറ്റിങ്ങിൽ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആളും പൊട്ടൻഷ്യൽ വിക്ടിമും തമ്മിലുള്ള ആ ഗെയിമില് ആര് ജയിക്കും തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് സമ്മതിക്കണ്ട. ഞാനൊരു ക്യാച്ച് പറയട്ടെ. ഇതിപ്പോ എ ബീനെ ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കാം. ബിക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എ ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്? അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ് എന്നല്ല, അതായത് അത് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന് ക്ലെവർ വ്യക്തിയാണെങ്കിൽ പറ്റും, അല്ലെങ്കിൽ അയാൾ മുണ്ടൻ വ്യക്തിയാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ ഇവന് ഇത് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണമെന്നുള്ള എഴുതൂടെ, അങ്ങനെ ഒരു എഴുത്തൂടെ. കാരണം ഓക്കെ, ബിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കാം. എ ബീനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? അതായത് അത് ശരിയാണെന്നും അതാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നിന്നും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? എല്ലാ അല്ലല്ല, ഗ്യാസ് ലൈറ്റിംഗിൽ അത് നെസസറി കണ്ടീഷൻ ആണ്. അതെ, അതായത് ബി കൺവിൻസ്ഡ് ആയിരിക്കണം, വിക്ടിം കൺവിൻസ്ഡ് ആവണം. അതായത് വിക്ടിം കൺവിൻസ്ഡ് ആയിട്ട് വിക്ടിമിന്റെ ബിഹേവിയർ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത തലത്തിലോട്ട് മൂവ് ചെയ്ത് എക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന ലെവലിൽ വന്നാൽ ഗ്യാസ് ലൈറ്റിംഗ് ആണെന്ന് ഞാൻ ഉറപ്പിച്ചു. അതെ, ബി സ്വന്തം കുഴി കുഴിക്കണം ഐഡിയലി. അതായത് എയുടെ ഇൻഫ്ലുവൻസിൽ. അതെ. അല്ല, പക്ഷെ അത് ഞാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു പുള്ളി പറഞ്ഞു, നീ ഇങ്ങനെ പറയണത് പുസ്തകം വായിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ നോളജ് ഒന്നും അല്ല, അത് വെറും ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ ഈ പ്രസ്തുത കക്ഷിക്ക് പുസ്തകം വായിക്കാനോ അവന് നോളജ് ഉണ്ടെന്ന് പറയാനുള്ള അധികാരം തന്നെ ഞാൻ എടുത്തു കളഞ്ഞു. അത് ഗ്യാസ് ലൈറ്റിംഗ് ആണോ? അത് തീരുമാനം അൾട്ടിമേറ്റ്ലി പുള്ളിയുടെ ആണല്ലോ, പുള്ളി എടുത്ത ഡിസിഷൻ ആണല്ലോ അത്. അല്ല, പുള്ളിനെ ജൂഡോ ഫൈറ്റിൽ കൊണ്ടുപോവാണ്. അതായത് നിങ്ങൾ വെറുക്കുന്ന ഇപ്പൊ കേരളത്തില് പൊതുവെ പൊളിറ്റിക്കൽ തലത്തില് BJP ആണ് ഒരു പോളിസി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അതിന്റെ മെറിറ്റോ ബെനിഫിറ്റോ ഒന്നും നോക്കൂല, അപ്പൊ എതിർത്തിരിക്കും. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഒരാളെ അൺസെറ്റിൽ ചെയ്തിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ നിങ്ങളുടെ പോളിസിയും അയാൾ വെറുക്കുന്ന ആൾക്കാരുടെ മറ്റേ ഗ്രൂപ്പോ അല്ലെങ്കിൽ ആശയങ്ങളുടെ ആവരണത്തിലൂടെ നിങ്ങൾ ഇറക്കിയെന്ന് വെച്ചോ, എതിരാളി അൺസെറ്റിൽ ആവും. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് കോമൺ ഗുഡിനെ ആയിരിക്കാം. ആ പ്രോബ്ലംസ് വരാറില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എൻ്റെ അടുത്ത് ഫിൽട്ടർ ഉണ്ടല്ലോ അപ്പോഴും. കാര്യം വെച്ചാൽ ആ ഇൻഫർമേഷൻ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെതായ ഒരു ഫിൽട്ടർ ഉണ്ടാവുമല്ലോ, ആ ഫിൽട്ടറിൽ കൂടി കയറി ഇറങ്ങിയല്ലേ എനിക്ക് മനസ്സിലാവണത്. അത് വെച്ചിട്ട് എനിക്ക് ഡിസിഷൻ എടുക്കാം. പക്ഷേ ഗ്യാസ് ലൈറ്റിങ്ങിൽ സംഭവിക്കണത് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്, എന്നെ അത് ശരിയാണെന്ന് കൺവിൻസ് ചെയ്യുവാണ്. ഈവൻ എൻ്റെ അടുത്ത് അത് തെറ്റായ ഒരു വസ്തുത കൺവിൻസ് ചെയ്യിക്കാൻ നോക്കിയാൽ ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഞാൻ ഒരു ഡൗട്ടും ഇല്ല. ഈ തെറ്റാണെന്ന് പറഞ്ഞാലേ പ്രശ്നമുണ്ട്. ജൂറി ഔട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? വേവ്ലെങ്ത്തിന് മുകളിലുള്ള സാധനം നിങ്ങൾ ഇട്ടേക്കണേ, അയാൾക്ക് കൺഫൗണ്ടഡ് ആണ്, അയാൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യും? ശരിക്കും പക്ഷെ അത് എക്ക് മൂന്നാമത്തെ പാർട്ടി വേണമെന്നില്ലല്ലോ, എയും ബിയും ഉള്ളൂ. എയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റില് എക്ക് ഫുൾ അവയർനെസ് ഉണ്ട്, ബിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലല്ല ബിഹേവിയർ ചേഞ്ച് ഫോഴ്സ് ചെയ്യണേന്ന്. അങ്ങനെ അല്ല, ഇപ്പൊ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി പറഞ്ഞ. എന്റെ ലാസ്റ്റ് കമ്പനിയില് അതൊരു ഡീപ് ടെക് OEM കമ്പനിയായിരുന്നു. ഞാൻ ഹയർ ചെയ്ത എല്ലാവരും അപ്ലിക്കേഷൻ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. പക്ഷെ അവിടെ കളക്റ്റീവ് ഗുഡ് ഉണ്ട്, അവിടെ കളക്റ്റീവ് ഗുഡിന് വേണ്ടിയാണ് ബിഹേവിയർ. അല്ല, അതാണ് ചെയ്തത്. പക്ഷേ ഇൻ ദ എൻഡ് ബാക്കി പത്രം ഞാനിപ്പോ പറഞ്ഞുതരാം. എല്ലാവരും കോൺഷ്യൻസ് ഇഷ്യൂവും മറ്റേ എന്താ പറയാ, എല്ലാവരും മൊറേല് ഡൗണാ, ബാറിംഗ് മൈൻഡ്. ഇനിയിപ്പോ ഇത് തന്നെ വേണമെങ്കിൽ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ആയിരിക്കാം. ഇപ്പൊ എ ബീനെ ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ പോകുമ്പോ ബിക്ക് നെസസറിലി എയുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയാണ് ചെയ്യണേന്നുള്ള ഐഡിയ ഉണ്ടാവണമെന്നില്ല.
അതെ അല്ലെ ഓക്കെ. പിന്നെ ഒരു സംഭവം കൂടി ഉള്ളത് മറ്റേ ഇപ്പൊ EV-ല സംഭവമൊക്കെ വന്നില്ലേ, അത് ഇത് റിലേറ്റഡ് ആണോ എന്ന് അറിയില്ല കേട്ടോ. മറ്റേ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത ഈ വൈല് ഓക്കെ. അപ്പൊ ആ സംഭവമൊക്കെ, അതായത് കമ്പനിയുടെ ഇതാണ്, ബാക്കി എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്, നിനക്ക് മാത്രം പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ മാനേജറെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുന്നതാണെങ്കിൽ സ്വന്തം ഗുഡിനേക്കാളും ഈവൻ സർവൈവലിനേക്കാളും മുകളിൽ അതാണെന്ന് കൺവിൻസ്ഡ് ആയി ചെയ്യുവാണെങ്കിൽ അത് ഗ്യാസ് ലൈറ്റിംഗ് ആണെന്ന് പറയാം. മാനേജർ ചെയ്തത് ഗ്യാസ് ലൈറ്റിംഗ് ആണെന്ന് പറയാം. അല്ല, അപ്പൊ അവിടെ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങളൊരു ഇപ്പൊ സർവീസസ് കമ്പനി ആയിക്കോട്ടെ, കൺസൾട്ടിങ് കമ്പനി ആയിക്കോട്ടെ, പ്ലാറ്റ്ഫോം കമ്പനീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോ വളരെ ഡിഫിക്കൽട്ട് പ്രോജക്റ്റിലാവും. നിങ്ങളുടെ തൊട്ടടുത്തുള്ളവൻ കൂളായിട്ട് സിനിമയ്ക്കൊക്കെ പോയി വന്നത് കാണുക എന്നുള്ളൊരു സാധാരണ വിഷയമാണ്. ചെറുതും ഡൗട്ടൊന്നുമില്ല. നമ്മൾ ഗുഡ്സിലായിരിക്കും, ചുറ്റുമുള്ളവർ ഇതായിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര അൺഫെയർനെസ് തോന്നും. മാനേജറിന് പ്രഷർ വരും. സെയിം സാലറിക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കുമ്പോ ഞാൻ പറയാറെന്ന് അറിയാമോ, അയാൾ ഓടുകയാണ്. ഓടുക എന്നല്ലാതെ അവിടെ ഒരു വഴിയില്ല. അപ്പൊ അവിടെ ആരോ പറഞ്ഞ മാതിരി എന്തെങ്കിലും ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ പാരന്റൽ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സാം ഒക്കെ അത്രയും ബുദ്ധിമുട്ടി പഠിച്ച ഞാൻ എന്തിനു ചോക്ക് ചെയ്യണം, എനിക്കിത് സാധിക്കും എന്നുള്ള രീതിയിലേക്ക് എന്തെങ്കിലും എടുത്തതായിരിക്കൂലേ. ഓടുക എന്നല്ലാതെ വഴിയില്ല. മനസ്സിലായില്ലേ? ഓടുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ളൊരു പോയിന്റ് വരുമല്ലോ. ആ പറ്റൂല എന്നുള്ള പോയിന്റ് വരുമ്പോ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താനുള്ള വിൽ പവർ പൊതുവെ കുറവാണ് ആൾക്കാർക്ക് കുറവാണ്. അത് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു ഇപ്പൊ ആ പെൺകുട്ടിക്ക് നമ്മളൊരു ബെനിഫിറ്റ് ഔട്ട് കൊടുക്കണം. അവര് യങ്ങാണ്. അതെ അതെ അതെ. പക്ഷെ 36 വയസ്സുള്ളതാണെങ്കിൽ ഞാൻ പടിയടിച്ച് കൊണ്ട് വിളിച്ചത്. 26 വയസ്സുള്ളൊരു ഇപ്പൊ ഒന്നാമത് CA എക്സാം തന്നെ ഒരു വളരെ ഡിഫിക്കൽട്ട് എക്സാമാണ്. ഡിഫിക്കൽട്ട് എക്സാം എന്ന് പറഞ്ഞാലേ അത് ഞാൻ നേരത്തെ പറഞ്ഞ വരിക, ഒരാളുടെ കഴിവും അയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും തമ്മിലുള്ള അനുപാതം കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് വേണ്ടി അറിയാലോ. അതായത് ഈ ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സാമിന് ഒരു പ്രശ്നമുണ്ട്. ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമാന്മാരെ എവിടെയാ പോണേ? ഫസ്റ്റ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ ഒരു 30 കാര്യം പറഞ്ഞേട്ടാ, ഞാൻ ഇപ്പൊ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ഹ്യൂമാനിറ്റീസിനും ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കും ഒരു പുതിയ, അതായത് അത് ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നതാണ് എഞ്ചിനീയർ ആവുന്നതിനേക്കാളും എക്കണോമിക്കലി ലുക്രേറ്റീവും പൊസിഷണലി ലുക്രേറ്റീവും ഇപ്പൊ. ഒരു കാലത്ത് അങ്ങനെയല്ല. കാരണം വളരെ കുറച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ 6 ബോറന്മാരെ CA എക്സാം എഴുതുള്ളൂ. കാരണം 10 കൊല്ലമൊക്കെ കാത്തിരുന്ന് ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യോ. അതിന് മുമ്പ് എവിടെയെങ്കിലും പ്രേമിച്ച് പിള്ളേരാവുക എങ്ങനെയും ചെയ്യും. ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൾക്കാർക്ക് ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ദാറ്റ് എക്സാം ഒരു ചാർട്ടേഡ് എക്സാമാണ്. അത് ഈ എത്ര പേര് പാസ് ചെയ്യുന്നു, ഇത്ര പെർസെന്റേജേ പാസ്സാക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇതാരാണ്, ആരാ വന്നേ? ഇത്ര പെർസെന്റേജ് ആൾക്കാരെ പാസ്സാക്കുള്ളൂ. അപ്പോ ഈ ഇപ്പൊ എഞ്ചിനീയറിംഗ് മെഡിസിൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാരുടെ കണ്ണില് 3rd പ്രിഫറൻസ് ആയിരുന്നു. എന്റെ കണ്ണില് ഒരു 5th പ്രിഫറൻസ് ആണ് CA. മനസ്സിലായ? അന്നും CAയില് പണ്ട് CAക്ക് ഒരു മാത്സിന്റെ പേപ്പർ ഉണ്ടായിരുന്നു ഒരു 35 years മുമ്പ്. അപ്പോ ബികോംകാരൊക്കെ കൂടുതൽ കെമിസ്ട്രി ഗ്രാജുവേറ്റ്സ് ഒക്കെയാണ് CA പാസ്സായിരുന്നത്. പിന്നെ ഒരു 40 കൊല്ലം മുമ്പ് തമിഴ് ബ്രാഹ്മണന്മാര്, സിറിയൻ കാത്തലിക്സ്, മറ്റേ കൊങ്ങണികൾ, ഇവരൊക്കെയാണ് പാസ്സാവാറുള്ളൂ. വളരെ കുറച്ചേ മറ്റേ സ്ഥാനത്തിന് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, അതായിരുന്നു അന്നത്തെ കാലഘട്ടം. ആസ് early as 2000 ലേറ്റസ്റ്റ്. പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ കോർപ്പറേറ്റിൽ സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് എന്ത് പറ്റിയത്, ഈ വ്യാപ്തി കിട്ടിയത്. മനസ്സിലായില്ലേ? പണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക, പ്രാക്ടീസ് തുടങ്ങാന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ഇതൊരു ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ട് എക്സാം ഒരു ചാർട്ടേഡ് എക്സാം ആയതുകൊണ്ട് അതൊരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ 2% എത്തും സംഡേ. ചിലര് ഇപ്പൊ ഒറ്റയടിക്കൊക്കെ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വളരെ യങ്ങായിട്ട് CA കിട്ടുന്നവരെ ഈ ചെനക്കാത്ത മാങ്ങ പഴുത്ത മാതിരി ഇരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? പിന്നെ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞ ഒരു മെറ്റാ ലെവലിലാണല്ലോ ബിസിനസ് കാണുന്നത്. അതിപ്പോ ഞാൻ വേറെ രീതി പറയാം. ഈ ഒരു ബിസിനസ്സുകാരനേക്കാളും മെറ്റാ ലെവലിലാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബിസിനസ് കാണുന്നത്. അവനേക്കാൾ
മെറ്റാ ലെവലിലാണ് MBA കാരൻ കാണുന്നത്, അവനേക്കാൾ മെറ്റാ ലെവലിലാണ് എക്കണോമിസ്റ്റിനെ കാണുന്നത്. അപ്പൊ എക്കണോമിസ്റ്റിന്റെ വിചാരം എന്ന് വെച്ചാൽ അവനാണ് വേൾഡ് കൺട്രോൾ ചെയ്യണതെന്നാ. മനസ്സിലായി? ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്. അല്ലെ, ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞാല് എന്റെ ബന്ധത്തിലിടത്തും വലതും ഒക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. ഉമാരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് എനിക്ക് ഒരു ചെറിയ ചൊറുക്കുണ്ടെന്ന് വിചാരിച്ചോ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനൊരു പശ്ചാത്തലത്തില് ഈ പറയുന്ന ഈ ചിലപ്പോ ഈ ഇവരുടെ ബോസൊക്കെ ഇപ്പൊ ഈ മിക്കവാറും ഇത് IT ഇൻഡസ്ട്രിയിലല്ല EYയുടെ നടന്നിട്ടുണ്ടാവുക. ഇത് ഓഡിറ്റ് ആൻഡ് അങ്ങനെ എന്തെങ്കിലും ബുക്ക് കീപ്പിംഗ് പ്രാക്ടീസോ അവിടെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. ഇനിയിപ്പോ മാസം സെപ്റ്റംബർ ആണല്ലോ, ഏതെങ്കിലും ബാങ്കിന്റെ ക്ലോഷർ ഒക്കെ ആയിരിക്കും. എന്റെ ഒരു ഹൈപ്പോത്തസിസ് ആണ്, ഞാൻ ഇതിനെ കുറിച്ച് വായിച്ചിട്ട് പോലുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ലേഡിക്ക് ഓടുക എന്നുള്ളതേ പറ്റുള്ളൂ. അത് എല്ലാവർക്കും അത് തന്നെയാണ്. അതിനാണ് ഞാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് വിൽഫുൾ പോവർട്ടി എന്നുള്ള ഒരു പദം ഉണ്ടാക്കിയത്. വിൽഫുൾ പോവർട്ടി, മനസ്സിലായില്ലേ? അതായത് എന്താ പറയാ, നിങ്ങൾ തന്നെ വരിക്കുന്ന ദാരിദ്ര്യമാണത്. എന്നുവെച്ചാല് നിങ്ങൾക്ക് 10 കിലോ പൊക്കാൻ കഴിവുണ്ട്, നിങ്ങളൊരു 6 കിലോ 7 കിലോന്റെ പണിയെടുക്കുക. അപ്പൊ നിങ്ങൾ അധികം പൈസ ഉണ്ടാക്കൂല, പക്ഷെ നിങ്ങളുടെ കൺട്രോളിലിരിക്കും. അല്ലെങ്കിൽ രജനീകാന്ത് പറഞ്ഞ വരി, കൈ നിറയെ കാസിറുന്താൽ നീതാൻ അതുക്ക് യജമാനൻ, കഴുത്ത് നിറയെ കാസിറുന്താൽ അത് താൻ ഉനക്ക് യജമാനൻ. മനസ്സിലായില്ലേ? അപ്പോ ഇവരപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അംബിഷൻ കാരണം അറിയാലോ, അതായത് എല്ലാ മനുഷ്യരും 10 കിലോ പൊക്കാണെങ്കിൽ 16 കിലോ 150 ഗ്രാം പൊക്കാൻ നോക്കും. എന്നുവെച്ചാ ഗോൾഡൻ റേഷ്യോ ഇത് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോ അവിടെയും സംഭവിക്കുന്നതാവാം. പക്ഷെ ഇപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് IT ഇൻഡസ്ട്രിയിലുള്ള ജൂനിയേഴ്സ് ഇത് എനിക്ക് അയച്ചു തരാം. അവർക്ക് IT ഇൻഡസ്ട്രിയിൽ നിന്ന് ഓടാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ട് ഇത് എടുക്കുമെന്നാണ് എന്റെ ചോദ്യം. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിൽ എന്റെ മകൻ ഉൾപ്പെടാനുള്ള ചാൻസ് ഉള്ളത് എനിക്ക് വളരെ പേടിയുണ്ടാക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ സംഭവം ഫസ്റ്റ് അത് ഭയങ്കര അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് ഈ പറഞ്ഞ CA കാരണമാണെന്നുള്ളത്. പിന്നെ കമ്പനി വൈസ് വ്യത്യാസങ്ങളുണ്ടാവാലോ. ഒരു കമ്പനിയിൽ കമ്പനി വൈസ് എന്ന് പറഞ്ഞാൽ ബിഗ് 5 EY, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്, പിന്നെ മെക്കിൻസി, മറ്റേ ആക്സെഞ്ചർ, പഴയ ആക്സെഞ്ചർ, പിന്നെ ഈ ആക്സെഞ്ചറിൽ അതിന് മുമ്പ് ഒരു കമ്പനി ഉണ്ടല്ലോ പൊട്ടിപ്പോയത്, ആക്സെഞ്ചറിന് മുമ്പ് ആൻഡേഴ്സൺ കൺസൾട്ടിംഗ്. ഇപ്പൊ അതില്ല, എൻറോണിന്റെ സ്കാൻഡലിൽ പോയി. അവരൊരു പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പൊ ഈ അമരീഷ് പുരിയുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഏ കാം കർണേ വാലെ ആത്മീയോ കാ ജഗ ഹെ. അതായത് കള്ളക്കടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ സ്ഥലമാണ്, പണിയെടുക്കാൻ്റെ സ്ഥലമാണ്. ഇവിടെ വെറുതെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മാതിരി ഒരു അൾട്രാ കോമ്പറ്റീറ്റീവ് ഏരിയ ആണ് ഈ ബിഗ് 5 കൺസൾട്ടിങ് വർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ കിട്ടിയ സ്റ്റേക്ക് ഹൈ ആണ്. അപ്പൊ അതിന്റെ ഒരു പെർക്കൊലേഷൻ എഫക്റ്റ് അവിടുത്തെ മാനേജ്മെന്റ് താവഴിയിൽ ഉണ്ടാവുന്നതാണ് എന്റെ അഭിപ്രായം. മനസ്സിലായില്ലേ? അയാളെ ഇപ്പൊ ആ മാനേജർക്കെതിരെ ഒരു ആക്ഷൻ എടുത്ത് ഇത് ഒതുക്കും. ഇതിന് പൊളിറ്റിക്കൽ മാനം ആൾറെഡി വന്നു കഴിഞ്ഞു. അതായത് ഈ BJP ഗവൺമെന്റിന്റെ തുടരെയുള്ള മനുഷ്യത്വ വിരുദ്ധമായ ആഗോള സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടി ബിസിനസ് പോളിസി തിരുത്തിയതിന്റെ പരിണിത ഫലമാണ് ഇന്ത്യക്കാരെ അടിമകളാക്കാൻ വേണ്ടി BJP ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു നിർവചനം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജിതിൻ ജേക്കബ് എന്നുള്ള ഒരു പുള്ളി ഇതിനെ ശക്തമായിട്ട് പ്രതികരിച്ചു എന്ന്. ജിതിൻ ജേക്കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യനാണ്. പുള്ളി ഒരു BJPയുടെ പൊളിറ്റിക്കൽ വ്യൂ ആയിട്ട് സിനർജിയോടെ എഴുതുന്ന ആളാണ് ജിതിൻ ജേക്കബ്, ഒക്കെ അറിയാം. പിന്നെ ഇത് വല്ലൊരു ഓമനയോ മറ്റേ പാർവതിയൊക്കെ ആണെങ്കിൽ ഇത്രയും വിഷയമാവില്ല. ഇവിടെ കിട്ടിയ അല്ല ആണല്ലോ. ഇതിൻ്റെ ഉള്ള പൊളിറ്റിക്സ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു സ്ട്രാറ്റജിസ്റ്റ് ആണ്. അപ്പൊ എനിക്കറിയാലോ തിങ്ക് ടാങ്ക് എന്താ ചിന്തിക്കണേന്ന്. ഇത് ഗവൺമെന്റിനെതിരെ ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ലേബറിനെതിരെ ഒരു ചോദ്യമായി കൂടിയത്. അതെ, ഇത് ഇപ്പൊ വേറൊരു കാര്യം പറ്റും. ഇപ്പൊ ഒരു റെഗുലേഷൻ വന്നു വിചാരിക്കാം. അതായത് മറ്റേ ഇപ്പൊ ആസ്ട്രേലിയയിലുള്ള പോലെ, അതായത് വർക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എംപ്ലോയീസിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഒരു സംഭവം വന്നു വിചാരിക്കും, ഒരു റൂള് വന്നു വിചാരിക്കാം. അത്
നല്ലതല്ലേ, മോശമാണെന്ന് പറയാൻ അതെങ്ങനെ ശരിയാവണേ? ഇവിടെയാണ് പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് സർക്കാർ സ്ഥാപനങ്ങളെ മാതിരി ചിന്തിക്കരുത്. അല്ലല്ല, ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പോൾ കമ്പനികൾ ഹയർ ചെയ്യുമ്പോൾ അതേപോലെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഹയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഹയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഓവറോൾ ക്വാളിറ്റി കൂടിയാലേ അങ്ങനെ കിട്ടുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വരും. അപ്പോൾ IT ഇൻഡസ്ട്രിയുടെ ക്വാളിറ്റി കൂടുതലല്ലേ ചെയ്യുക. അങ്ങനെയല്ല പ്രശ്നം. അപ്പൊ IT ഇൻഡസ്ട്രി റെഗുലേറ്റഡ് ആവും. ആർക്ക് ക്വാളിറ്റി ഉള്ളത്? അപ്പൊ ചന്ദ്രൻപിള്ള കയറി വരും അവിടെ. CITU പക്ഷെ എല്ലാവരും ക്വാളിറ്റി ഉള്ളത് വെച്ചിട്ട് കമ്പനി ഓടൂലല്ലോ. ആ 80-20% എന്നുള്ള ഒരു കഥ വരില്ല അവിടെ എപ്പോഴും. അല്ല, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണം അവിടെ. ഓക്കെ, 80-20 വേണ്ട അറ്റ്ലീസ്റ്റ്. അപ്പൊ ശ്രീജിത്ത് പറഞ്ഞോ. ഇല്ല, ഞാൻ പറഞ്ഞതേ വേറെ ആശയം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ എന്റെ വൈഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത് സംസാരിക്കുമ്പോ എന്റെ സ്വഭാവമായിട്ട് എടുക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഒരാള് വർക്ക് ചെയ്യാൻ കൂടുതൽ പറഞ്ഞാൽ എന്തുകൊണ്ട് നോ പറഞ്ഞില്ല? അല്ല, നോ പറയാൻ ഈ ലേഡിക്ക് പ്രായമില്ല. 26 വയസ്സായിട്ടുള്ളൂ. CA പാസ്സായിട്ടുള്ളൂ. ഒരു ഗ്രൂവലിംഗ് എക്സാം പാസ്സായിട്ട് അവര് പ്രതീക്ഷയോടെ വരുന്ന. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മിക്ക ആൾക്കാരും, ഞാൻ ഈ എന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹത്തിലെ വിദ്യാഭ്യാസ ഈ കുത്തഴിഞ്ഞ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പുതിയ മീം ഉണ്ടാക്കിയിട്ട് കോളേജ് ഡ്രോപ്പ് ഔട്ടുകളൊക്കെ പ്രൊപ്പൽ ചെയ്യാന്നുള്ളതാണല്ലോ. ഓക്കെ, അപ്പൊ എനിക്കിത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോങ്ങാൻ കിടന്ന നായയുടെ തലയിൽ തേങ്ങ വീണ മരിയായിപ്പോ ഈ സംഭവം. മനസ്സിലായില്ലേ? ആൾറെഡി ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ജനതയുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ വളരെ കുറവാണ്. പെയിൻ താങ്ങാനുള്ള കെൽപ്പ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അധികം ജീവിത പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഇന്നലെ US ഒരാളായിട്ട് സംസാരിക്കായിരുന്നു. അയാളുടെ മക്കള് ഭാവിയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്താന്നുള്ള അവരുടെ ഫാദർ എന്നോട് പറയായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കാണുന്നത്. ഇപ്പൊ നമ്മളൊരു ഇൻട്രോസ്പെക്ഷൻ, അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു പയ്യനെ മെന്റർ ചെയ്യുന്നുണ്ട്. ആ പയ്യനൊരു 2-3 രീതിയിൽ അവന് താല്പര്യമില്ലാത്ത രീതിയിലോട്ട് അവന്റെ വർക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ പുള്ളിക്ക് ആകെ വട്ടാവുന്നു. അപ്പോ അത് നമുക്കൊന്നും പറയാൻ പറ്റൂല. കാരണം ഞാൻ പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടല്ല പറയണേ. അപ്പോ ഇതിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, കോർപ്പറേറ്റ് വന്നില്ലെങ്കിൽ നാട് നന്നാവില്ല. കാരണം ആകെ നീതിയുള്ളത്, കച്ചവട നീതിയുള്ള സ്ഥലത്തെ സെക്കുലറിസം ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കോർപ്പറേറ്റ് തകർന്നു കഴിഞ്ഞാല് ആകെ പണിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ കോർപ്പറേറ്റിലോട്ട് പോണോ വേണ്ടേ എന്നുള്ളത് ഒരു ചോയ്സ് ആക്കി മാറ്റാനുള്ള സാമൂഹിക പശ്ചാത്തലം ഇന്നില്ല. മനസ്സിലായില്ലേ ശ്രീത്തെ? അപ്പൊ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോ, റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു മടി പൊതുവെ ജനത, ലീഡർഷിപ്പ് ഇപ്പൊ കുറയുന്നത് എന്തുകൊണ്ടാ? റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആരും തയ്യാറല്ല. ഓക്കെ, അപ്പോ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ച് മോർ ആൻഡ് മോർ ആൾക്കാര് ഇപ്പൊ EY എന്നുള്ള ഒരു ലേബല് കണ്ടാ പേടിക്കൂലേ ഇപ്പൊ ആൾക്കാര്? പക്ഷേ അല്ല, അപ്പൊ എത്ര സാധാരണ കുടുംബങ്ങള് പോവർട്ടി ലൈനിന് താഴേക്ക് പോകുന്ന അറിയാവോ ഇത് കാരണം? ഒരു ആവറേജ് വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക്, ഞാൻ പറയാം, കേരളത്തിലൊരു പ്രമുഖ കമ്പനി ഉണ്ട്. ഈ ആൾക്കാരുടെ കണ്ണിൽ വലിയ അതിന് ബ്രാൻഡൊന്നുമില്ല. പക്ഷേ തൗസൻഡ്സ് ഓഫ് കേരളീയരെ ഇന്ന് സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചതിന് ആ കമ്പനിയുടെ റോള് ഹ്യൂജാ. മനസ്സിലായ? അപ്പോ ആ കമ്പനിയിൽ കയറിയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് മാനേജറോട് തല്ലി പിടിച്ച് പുറത്തിറങ്ങിയവൻ ആ കമ്പനിയെ വെറുതെ താറടിക്കുക. ആ താറടിക്കുമ്പോ ഇത് കേൾക്കുന്നത് എന്റെ മോനും എന്റെ അയൽവക്കത്തുള്ള എന്റെ ശത്രുവിന്റെ മോനും ആയിരിക്കും. അപ്പൊ ശത്രുവിന്റെ മോനും അത് കേട്ടാ പ്രശ്നമാണ്. കാരണം അവനൊക്കെ ആ കമ്പനി കയറിയിട്ട് വേണം അവന്റെ ശത്രുത കുറയാൻ. മനസ്സിലായില്ലേ? കമ്പനി ആണെന്ന് മനസ്സിലായല്ലോ? ശ്രീത് അറ്റ്ലീസ്റ്റ് ഇതിലെ 3 പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 പേരുടെ കേസില് ആദ്യകാലത്തും ഒരാളുടെ കേസില് ഉത്തര കാലഘട്ടത്തിലും വളരെ ഇൻഫ്ലുവൻസ് ചേർത്ത കമ്പനി. അപ്പൊ മനസ്സിലായല്ലോ? പക്ഷേ
ആ കമ്പനിയിൽ 10 കൊല്ലം വർക്ക് ചെയ്തവർക്കും ആ കമ്പനി എന്താന്ന് വെച്ചാൽ ആ കമ്പനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ കമ്പനി ക്ലിയർ ആണ് അതിന്റെ ഓപ്പറേഷൻ എന്താന്നുള്ളത്. അവിടെ അമേരിക്കക്ക് പോകാനും മറ്റേ ഒക്കെ ശ്രമിക്കുമ്പോഴാണ് അവിടുത്തെ മാനേജേഴ്സ് ഇവന്മാരെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അത്യാവശ്യം സോഷ്യൽ നീതി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ കമ്പനി പുറത്താക്കൊന്നുമില്ല. പിന്നെ കമ്പനിക്ക് വൈരാഗ്യമൊന്നുമില്ല, തിരിച്ചു കയറ്റും. നിങ്ങൾക്ക് മനസ്സിലായ? പക്ഷെ ആ കമ്പനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ആ കമ്പനിയുടെ ബൈലോസ് ഉണ്ടല്ലോ, ആ തുടക്കം നിന്ന ബൈലോസ്, അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യണ്ടല്ലോ. ഏതാ റെക്കോർഡിംഗ് കമ്പനി പേര് പറഞ്ഞോ, കുഴപ്പമില്ല. അതിന്റെ ഇപ്പോഴുള്ള മുന്തിയ കമ്പനികളുടെ ഫൗണ്ടേഷണൽ ബേസിക്സ് ആയിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യും. അതായത് അവിടെ അവർ പറഞ്ഞേക്കണ വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ദാറ്റ് കമ്പനി എന്ന് പറഞ്ഞൊരു പാംപ്ലെറ്റ് ഉണ്ട്. അത് വായിച്ചു നോക്കി നമ്മൾ വിചാരിക്കുമോ ഇതാണോ ഇവിടുത്തെ. പക്ഷെ അതവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതവിടെ കാണാനും പറ്റും. വേറെ കാര്യമുണ്ട്. ഒരു കമ്പനിയെ നിങ്ങള് അതിന്റെ ടോപ്പ് ഡൗൺ വ്യൂ എടുക്കണം. അവിടെ ഗ്രൗണ്ട് ലെവലിൽ പോയിട്ട് പ്രകടിത ഭാവത്തിൽ എങ്ങനെയാണ് ആ കമ്പനി ഇരിക്കണേന്ന് നോക്കിയിട്ടല്ല ആ കമ്പനിയെ അളക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ യങ് ആയിട്ട് ഒരാൾ ആ കമ്പനി കയറുമ്പോൾ ആ കമ്പനിയെ തെറ്റിദ്ധരിക്കപ്പെടാം. ഇവിടെ കിട്ടിയ പക്ഷെ ആ കമ്പനിയിൽ ഒരു 3-4 കൊല്ലം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെറ്റർ റൺ കമ്പനി ഐ ഹാവ് സീൻ. ഞാൻ കുറെ കമ്പനികൾ കണ്ടിട്ടുള്ളതല്ലേ, മനസ്സിലായില്ലേ? ഇനിയിപ്പോ വേണമെങ്കിൽ പറയട്ടെ, എനിക്ക് കാണാൻ പറ്റിയുള്ളതിൽ വേറെ കമ്പനിയാണ്. അങ്ങനെയൊന്നുമല്ല. ഞാൻ പല കമ്പനികളുടെ എൻഗേജ്മെന്റ് ഓടിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഈ പ്രശ്നമുണ്ട്. പിന്നെ EY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിഗ്മാറ്റൈസ്ഡ് കമ്പനിയാവും. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ ഈവൻ മറുനാടൻ ഷാജൻ പോലെ എവിടുന്ന് ഒരു ലേഡിയെ കണ്ടുപിടിച്ച് അവരുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് വരെയായിട്ടുണ്ട് ഇപ്പൊ. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ പേടി എന്ന് പറഞ്ഞാല് ആകെയുള്ള നാട്ടുകാർക്ക് ഈ ദളിത് ന്യൂനപക്ഷ മറ്റേ മുന്നണി മറ്റേ കാസ്റ്റ് റിസർവേഷന് ഏക മരുന്ന് കോർപ്പറേറ്റിലാണ്. അത് മൂലധനത്തിനോടുള്ള നീതി അവിടെ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡൽ കമ്മീഷനും ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വളരെ ഇത് പ്രൈവറ്റ് കമ്പനിയിൽ റിസർവേഷൻ വരുമ്പോൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രൈവറ്റ് കമ്പനീസിന് ലോ വളച്ചു കൊടുക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറിപ്പിക്ക് ചെയ്ത് അവരുടെ ഇമേജ് പോയി അവിടെ ആരും ജോയിൻ ചെയ്യണ്ടാവും. ഇനി ജോയിൻ ചെയ്തവൻ തന്നെ ബ്ലെയിം ചെയ്യാൻ നോക്കും. ഇപ്പൊ ആ കമ്പനിയുടെ പോളിസി ഭയങ്കര ഡിഫെൻസീവ് ആവും. അവര് ചിലപ്പോ നാളെ ഓപ്പറേഷന്റെ സീറ്റ് 1500 ആക്കും, അല്ലേ? ഞാനൊരു 2 സംഭവം ചോദിക്കട്ടെ അതില്. ഇപ്പൊ ഒന്നാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരാൾ 24 hour വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ്, ഒരാൾ 8 hour വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ്. പക്ഷെ ആരെടുക്കും എന്നുള്ള ഒരു ചോദ്യം വരില്ലേ? അതിപ്പോ ഞാൻ പറയട്ടെ, 24 hours വില്ലിങ് ആയുള്ളവൻ എടുക്കരുത് എന്തായാലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചത്തു. അപ്പൊ 18 15 മാനേജബിളാ. മിക്ക ആൾക്കാരും 15 വർക്ക് 15ഉം 8ഉം വന്നാൽ എന്ത് ചെയ്യും? 15 എടുക്കുള്ളൂ. ഞാൻ പറയുള്ളൂ 15 എടുക്കും. 8 വില്ലിങ് ആണെങ്കിലോ, അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട്, പ്രസിംഗ് സിറ്റുവേഷൻ ആണെങ്കിൽ 8 വില്ലിങ് ആണ് വർക്ക് ചെയ്യാൻ. പക്ഷേ കൺസിസ്റ്റന്റ് അവിടെയാണ് അതിന്റെ പ്രശ്നം. ശരിയാണ്. ഇപ്പൊ ഈ അഡ്വാൻറ്റേജ് ഇല്ലേ, ഈ കുറച്ച് ടൈം വർക്ക് ചെയ്തിട്ട് എനിക്ക് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഐ എം ബ്രിങ്ങിങ് ഓൺ ടു ടേബിൾ സ്കിൽസ് വിച്ച് ഈസ് നോട്ട് അവൈലബിൾ എനിവെയർ എൽസ് അറൗണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റും. 3 മണിക്കൂർ മതി വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. കമ്പനികൾ അവരുടെ ആ വാല്യൂ ചെയിനില്ല. അയാളെ മിടുക്കനാണെന്ന് ആവണമെന്നില്ല. ഏതെങ്കിലും ഇപ്പൊ പണ്ട് UST ഒരു പുള്ളിനെ ഹയർ ചെയ്യാൻ തീരുമാനിച്ചു. പുള്ളി KRSല് 150 പുൾ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെന്നുള്ളതാണ് പുള്ളിയുടെ ക്ലെയിം ടു ഫെയിം. അതിപ്പോ ഞങ്ങളെ കൂടി അടിച്ചിട്ടത്. അത് വേറെ കഥ. അപ്പൊ ഓർക്കണ്ടല്ലോ അല്ലേ? അപ്പൊ ഒന്നാമത് ഞാനത് അടിച്ചിട്ടത് അവന് പൈസ കൊടുക്കണോണ്ടല്ല. മനസ്സിലായില്ലേ? അതായത് മെഷീൻ ലേണിങ്ങിനോട് പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ. അപ്പോ KRSല് ഫ്രാൻസ്വ ഷോല എന്നുള്ള ഒരുത്തന്റെ പ്രോജക്റ്റ് അത്. പ്രസ്തുത കക്ഷിയുടെ ഞാനൊരു സെഷൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവനത് സെഷൻ എടുത്തപ്പോ
അവന് ഗ്രേഡിയന്റ് ഡിസെന്റ് പോലും മര്യാദ അറിഞ്ഞൂടാ. ശരി, ഇപ്പൊ ഗ്രേഡിയന്റ് ഡിസെന്റ് അറിഞ്ഞുകൂടെങ്കിലും 2017 ആയപ്പോഴേക്കും ഓക്കെ നിങ്ങൾക്ക് ടെൻസർ ഫ്ലോ ഒക്കെ മെച്ചൂർഡായി, കേരസും അല്ലെങ്കിൽ പൈറ്റോർച്ചൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ്. ഓക്കെ, അപ്പൊ ആ കമ്പനി അവൻ അവിടെ എടുക്കാൻ തീരുമാനിച്ചത് എന്താണ്? അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു കക്ഷിക്ക് നാട്ടിലെ ആളില്ലാന്ന് കാണിക്കണം. അപ്പൊ അവന് പണി കൊടുത്താണ്, അപ്പൊ ഇവന് പണി കിട്ടി. അപ്പൊ എന്റെ ആർഗ്യുമെന്റ് എന്തായിരുന്നു വെച്ചാല് ഇവൻ ബഗ് ഫിക്സിങ് ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം അവൻ അവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് എന്നെ അപമാനിക്കാൻ വേണ്ടി ഒരു 25 പേര് വേറെ ഒരു കാത്തിരിപ്പുണ്ട്. അവനെന്നെ അറിയ പോലുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും, മനസ്സിലായ? അപ്പൊ ഈ എന്റെ ചോദ്യമില്ലേ, ഞാൻ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റ് അതല്ല. ഞാൻ ഡ്രൈവ് ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ മാക്സിമം വർക്ക് എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. അതങ്ങനെയാണോ? ആ കമ്പനി മറ്റേ ഒരു എന്താ പറയാ പീസ് വർക്കോ അല്ലെങ്കിൽ റേറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുകയാണെങ്കിൽ ശരിയാണ്. അത് മെജോറിറ്റി ഓഫ് ദി കമ്പനി ടൈം ആൻഡ് മെറ്റീരിയൽ പ്രൊജക്റ്റും ഈ മറ്റേ എന്താ പറയാ ഈ വ്യവസ്ഥിതിയെ ചൂഷണം ചെയ്തിട്ടുള്ളതായതുകൊണ്ടാണ് അതിങ്ങനെ വരുന്നത്. പക്ഷേ ഒരു വാല്യൂ ചെയിനില് ഇപ്പൊ എന്താ പറയാ കോസ്റ്റ് പ്ലസ് മാർജിൻ മോഡൽ പ്രൈസിങ് അല്ലാതെ ഒരു വാല്യൂ പ്രൈസിങ് ഉള്ള സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല നമ്പർ ഓഫ് അവേഴ്സ് ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ ആയിരിക്കും. പക്ഷെ അപ്പോഴും കമ്പനിയിൽ വർക്ക് ഉണ്ടല്ലോ, വർക്ക് നടക്കണമല്ലോ. അല്ല, ഈ വർക്ക് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 45-50 വയസ്സിലും ഡെവലപ്പർ ആവുന്ന കാര്യമാണെങ്കിൽ ശരിയാണ്, ഒരു പ്രശ്നമുണ്ട് അവിടെ. അതല്ല ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കമ്പനിക്ക് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനല്ലേ വേണ്ടത്? അല്ല, കമ്പനി അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പറയട്ടെ, ഒരു കമ്പനിയിൽ ഒരു പർട്ടിക്കുലർ പ്രൊജക്ട് ഉണ്ട്. സോറി, പറഞ്ഞോ. ഇതിപ്പോ രണ്ട് രീതിയിലുള്ള വർക്ക് ഉണ്ടല്ലോ, ഒന്ന് ക്രിയേറ്റീവ് വർക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന മോണോട്ടോണിക് ആയിട്ടുള്ള റെഗുലർ ആയിട്ട് അതൊരു മെഷീൻ അല്ല, ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന വർക്കും. ഏത് കോണ്ടെക്സ്റ്റിലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്, കാരണം പ്രോഗ്രാമിംഗ് ഒരു ക്രിയേറ്റീവ് വർക്കാണ്. അതെ, പ്രോഗ്രാമിംഗ് ഐസൊലേറ്റ് ചെയ്തല്ല ഞാൻ പറയണത്. ക്രിയേറ്റീവ് ആയിക്കോട്ടെ, ഈവൺ ഒരു മീറ്റിംഗ് ആയിക്കോട്ടെ, ഒരു മാനേജർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പൊ ലാല് 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന സാധനം ചിലപ്പോ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ചെയ്യും. ഇല്ലില്ല, ഞാൻ അവർലി സംഭവം വിട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് വേണ്ടി ആള് പ്രവർത്തിക്കുന്നു, ഏത് രീതിയിലാണെങ്കിലും. അതായത് അങ്ങനെയല്ല ശ്രീധേ, ലാല് പറയുന്നത് എന്താ പറയുക, ത്രൂപുട്ട് ഒരു എക്സ് ലെവലില് വന്നാലേ ഒരാൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ എൻവയോൺമെന്റ് ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ ഈ 2 മണിക്കൂർ കൊണ്ടുള്ള വർക്ക് 10 മിനിറ്റ് കൊണ്ട് തീർത്ത് നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഡെലിവറി ചെയ്യോ അതെ 11ാമത്തെ മിനിറ്റിൽ ഡെലിവറി ചെയ്യോ? അതൊക്കെ എല്ലായിട്ട് വരാം. ശ്രീധരന്റെ അടുത്ത് ആ ചോദ്യം പറ. നമ്മള് ഒരു ആവറേജ് പോകണമെങ്കിൽ ചിലപ്പോ 2 മണിക്കൂർ പിടിക്കും, 2 മണിക്കൂറിലേക്ക് കൊടുക്കാവൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് അഡീഷണൽ വർക്കാണ് നിങ്ങളുടെ തലയിലേക്ക് വരാൻ പോണേ. അതെ, കാരണം അപ്പൊ കമ്പനിക്ക് എന്താ ബെനിഫിറ്റ്? എഫിഷ്യന്റ് ആളെ കിട്ടിയിട്ട് വർക്ക് ത്രോട്ടിൽ ചെയ്താൽ എന്ത് ചെയ്യും? എഫിഷ്യന്റ് ആളെ കിട്ടിയിട്ട് കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടല്ലോ. ഏതാ കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടല്ലോ? കമ്പനിക്ക് ലേറ്റൻസി ഉണ്ടാവാൻ പാടില്ല. അതായത് 2 മണിക്കൂറിന്റെ വർക്ക് 2.5 മണിക്കൂർ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ലേറ്റൻസിയുടെ ഇഷ്യൂ ആണ്. എന്റെ സ്ഥാനത്ത് നല്ല ത്രൂപുട്ട് കൂടി 2 മണിക്കൂറിലെ വർക്ക് 1/2 മണിക്കൂർ കൊണ്ട് ചെയ്താൽ അവിടെ ആ ഒരു ടൈം ആൻഡ് മെറ്റീരിയൽ പ്രൊജക്റ്റോ അല്ലെങ്കിൽ എന്താ പറയാ അതിനെ എന്താ വിളിക്കുക, അതിനെ ഈ ട്രാൻസാക്ഷൻ ബേസ്ഡ് IT എന്ന് പറയും. 2 രീതിയിലുണ്ട്. ഇപ്പൊ ലാലിന്റെ ഒരു ബയാസ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ലാല് വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് ഔട്ട്സോഴ്സിംഗ്. അവിടെ ലാല് പറയുന്നതിനോട് അവിടെ ഒരു ലാല് പറയുന്ന ആർഗ്യുമെന്റിന് ഒരു വാല്യൂ ഉണ്ട്.
അല്ല ഒരു സർവീസ് കമ്പനിയാണ് സർവീസ് അല്ല, സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസിൽ ഏതാണ്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല, ഒരു അപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ മെയിൻ്റനൻസ് പ്രൊജക്ട് കമ്പനി ALM കമ്പനി ആണെങ്കിൽ ഇപ്പൊ അവിടെ എന്താ അവർലി ഡാറ്റ എൻട്രി നടക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കാം. അത് ട്രാൻസാക്ഷൻ ബേസ്ഡ് ആയിട്ട് നമ്മളത് പണ്ടേ കളഞ്ഞു. ഓക്കെ മനസ്സിലായില്ലേ? ട്രാൻസാക്ഷൻ ബേസ്ഡ് IT ഉള്ള കമ്പനിയിൽ ഇപ്പൊ ത്രൂപുട്ട് അതിപ്പോ അവിടെയും പ്രശ്നങ്ങളുണ്ട്. അതായത് 20 എറർ വന്ന സ്ഥലത്ത് ഇനിയിപ്പോ 19 2 എറർ വന്നിട്ട് 1 എറർ വരാൻ പാടുള്ളൂ എന്ന് വെച്ചോ. അത് ഹ്യൂജാ ഡിഫറൻസ്. മനസ്സിലായില്ലേ? ഐഡിയ കിട്ടിയോ? അപ്പോ ഈ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, കൂടുതൽ ടൈം വർക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ചിലപ്പോ ആ ഓഡിറ്റ് കമ്പനിയിലായിരിക്കും സെപ്റ്റംബർ ആയതുകൊണ്ടും, ഇനി ചിലപ്പോ എത്ര ജേർണൽസ് ഓഡിറ്റ് ചെയ്യുന്നതെന്നായിരിക്കും ചിലപ്പോ അവിടുത്തെ മെഷർ. അവിടെ വരുമ്പോ നമ്പർ ഓഫ് അവേഴ്സ് ഡെഫിനറ്റ്ലി മാറ്റർ ചെയ്യുന്നുണ്ട് അല്ല. പക്ഷെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ അത്രയുണ്ടോ? സോഫ്റ്റ്വെയർ കമ്പനിയിൽ അത്രയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സോഫ്റ്റ്വെയർ കമ്പനിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഗസ്റ്റേഷൻ പീരീഡ് മറ്റേ മൾട്ടിപ്പിൾ ഡേയ്സ് എന്ന് സ്ഥാനത്ത് IT അങ്ങനെയല്ല, IT എനേബിൾ സർവീസസിൽ അങ്ങനെയല്ല. അപ്പൊ ഇതൊരു IT എനേബിൾ സർവീസസിൽ നടന്ന ഒരു വിഷയമായിട്ട് ഇതിനെ കാണണം. ഇതിനെ കോർപ്പറേറ്റ് വിഷയമായിട്ട് കാണാൻ പറ്റുമോ? ഇല്ലില്ല, ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഞാൻ ചിന്തിച്ചത് ഒരു ബ്രോഡർ രീതിയിൽ ചിന്തിക്കുമ്പോൾ കമ്പനിയുടെ ബെനിഫിറ്റ് കൂടുതൽ ടൈം വർക്ക് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അതിനൊരു റെഗുലേഷൻ വേണ്ടി വരില്ലേ? അതെ, അല്ല അതിനാണല്ലോ 14 മണിക്കൂറോ ലേബർ ലോ ഒക്കെ ഇല്ലേ, അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ല, വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് വോളണ്ടറി ആയിരിക്കണം, ഇരട്ടി പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ലോ ഉണ്ട്. അതെ, അത് ഈ IT കമ്പനീസിന്റെ കേസിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അല്ല, അത് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു പ്രശ്നമുണ്ട്. അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഫ്രണ്ട്ലി അല്ല എന്ന് പറയും. ഇനിയിപ്പോ മിനിമം അതേ പറഞ്ഞ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരുത്തം ബിടെക് പാസ്സായി കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ സയൻസ് ബിടെക് പാസ്സായി കഴിഞ്ഞാൽ നല്ല പ്രോഗ്രാമർ ആയിരിക്കും എന്നൊരു അസംഷൻ എടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ റിയാലിറ്റി ക്യാൻ ബി ഫാർ ഫ്രം ദ ട്രൂത്ത്. അപ്പൊ അതേമാതിരി അതിനൊരു റൂളില്ല. കാരണം ഇതിപ്പോ എന്താ വെച്ചാല്, ഞാൻ കുറച്ചുകൂടി വിവേചനപൂർവ്വം, അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ആ ലേഡി, അതുകൊണ്ട് അത് മിക്കവാറും അതിന്റെ ഫങ്ഷണൽ കൺസൾട്ടിങ് സൈഡിലായിരിക്കും അത് നടന്നിട്ടുണ്ടാവുക. അവിടെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സിറ്റുവേഷൻ എന്നുള്ളത് നമ്മൾ ഉള്ളിലോട്ട് ചെയ്തപ്പോഴല്ലേ നമുക്ക് ഏൺസ്റ്റ് ആൻഡ് യങ്ങിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, അത് ശരിയാണ്. ഇതിപ്പോ ഒരു ഈ എന്താ പറയാ IT കമ്പനി എന്നുള്ള രീതിയിൽ എടുക്കണ്ട, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിലാണെങ്കിലും ഇത് നടക്കാലോ. അത് നടക്കല്ല, അതിന് ഗവൺമെന്റ് ലോ ഉണ്ടല്ലോ. ഇനി ഇപ്പൊ ഞാൻ പറയട്ടെ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കമ്പനികളുടെ ആൾക്കാരെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പോ ഈ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊക്കെ ആ റഡാറിൽ വരുമെന്നൊരു ഭയം വന്നു. അപ്പൊ ഞാൻ ഈ പുറത്താക്കുന്നതിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം കമ്പനിയുടെ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് അവരുടെ ആവശ്യമാണ്, ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ് ഒക്കെ ബിസിനസ് പിടിച്ചേക്കണ്ടേ. അപ്പൊ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഞാൻ മുന്നോട്ട് വെച്ചു. You can retrench people but compensate them. ഓക്കെ. അപ്പൊ ഒരു മാഗസീനിൽ സ്വലയായിട്ട് വന്നത്. ഓക്കെ, ഇറ്റ് ഹാഡ് ആൻ ഇമ്പാക്ട് ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പൊ നമുക്ക് സെൽഫ് റെഗുലേറ്റ് ചെയ്യാം, ഇവിടെ കിട്ടിയാം. ഇതിപ്പോ സർക്കാർ സംവിധാനത്തിന് ഇതിലോട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് കൂടുതൽ ബ്രൈബ് കിട്ടും അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടാവും? അതാണ് അതിന്റെ പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ റൈറ്റ്സ് ഉണ്ട്, എസ്കലേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഒരു വ്യക്തി ചെയ്യണം അത്. മനസ്സിലായില്ലേ? ഇത് പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ ഈ ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ടല്ലോ, കമ്പനിയുടെ സൈഡിൽ നിന്ന് കമ്പനി ഫയൽ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ അവിടുത്തെ എംപ്ലോയീസിന്റെ വർക്കിംഗ് അവേഴ്സും കാര്യങ്ങളും ഒക്കെ കമ്പനിക്ക് ഫയൽ ചെയ്തുകൂടെ വേണമെങ്കിൽ? അഡീഷണൽ ഡോക്യുമെന്റേഷൻ വന്നാൽ സുതാര്യത ഉണ്ടാവുമോ? ബിസിനസ് ചെയ്യാൻ സുതാര്യത ഉണ്ടെന്നാണല്ലോ മോഡിയൊക്കെ വിളിച്ച് പറയണേ. ഇവിടെ കിട്ടിയ അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആശയമാണ്. ഞാൻ വേറെ രീതി ചോദിക്കട്ടെ, ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ
മീൻസ് കമ്പനിക്കെതിരെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലോട്ട് കമ്പനി ചെയ്യണം എന്നുള്ള ഇതിലാണെങ്കിൽ അങ്ങനെ വരരുതെന്നുള്ള ഇൻസെൻറ്റീവ് കമ്പനിക്കുണ്ടല്ലോ. ഇതിനൊക്കെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് എത്തിക്സിലോട്ട് കയറി കഴിഞ്ഞു നമ്മുടെ സംസാരം, ശരിയാണോ? അപ്പൊ എത്തിക്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, എത്തിക്കൽ റിലേറ്റീവിസം, മനസ്സിലായില്ലേ? അതായത് നമുക്ക് അങ്ങനെ ഒരു ആബ്സലൂട്ട് എത്തിക്സ് ഇത് ചെയ്യാൻ പറ്റൂല. പക്ഷെ എല്ലാ ഇൻഡസ്ട്രിയിലും അതിൻ്റെതായ കറക്ഷൻ മെക്കാനിസം ഉണ്ടെന്നാണ് ഇന്നലെ TG മോഹൻദാസ് സാർ പറയണ്ടായിരുന്നു. അതായത് KSRT അല്ല, TG മോഹൻദാസ് അല്ല, ഷാജൻ സെക്രട്ടറി, KSRTCയിലെ എല്ലാ തസ്തികയിലും 25% പൈസ കൊള്ളാന്ന് അറിയാവോ? മറ്റു സർക്കാർ സ്ഥാപനങ്ങളെ കുറിച്ച് അറിയായിരുന്നോ? എങ്കിൽ അങ്ങനെയാണ് വസ്തുത. പുള്ളി പറയണ്ടായിരുന്നു, അതായത് 25% പൈസ കൊള്ളാന്ന് പറഞ്ഞു. ഏത് ഈവൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന് പോലും, അതായത് ഹിറ്റാച്ചിയുടെ പവർ പ്ലാന്റ് ഓട്ടോമേഷൻ മാനേജ് ചെയ്യുന്ന ആൾക്ക് പോലും റിസ്കി ഇതായിട്ട്. അപ്പൊ അവിടെ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റിൽ ഇവന്മാര് കയറാറ് പോലും ഇല്ല, കോൺട്രാക്ടേഴ്സിന്റെ ആൾക്കാരെ കയറണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സാധനം വരുമ്പോ തസ്കരന്മാർ കയറി കൂടുവോ? കോർപ്പറേറ്റിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. അതിനാകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രോ ചെയ്യാതിരിക്കുക ഒരു പരിധിക്ക് അപ്പുറത്തേക്ക്. ഇതിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ പ്രശ്നം എന്താണ്? ഒരുത്തൻ നാട്ടില് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കും, എന്നിട്ട് അവൻ എന്തെങ്കിലും ജോലി ഇടാൻ അവിടെ കയറും. അവിടെ കയറുമ്പോ ഒരുത്തൻ പറയും, എടാ ഇതൊക്കെ ചണ്ണ കമ്പനി, ഇവന്മാർക്ക് ഇതാ മാനേജർ കണ്ടില്ലേ കേശവൻ, അവന്റെ എന്നാ പറഞ്ഞു, നമുക്ക് ഫാൻ കമ്പനിയിൽ പോരാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇവന്മാരെന്ത് ചെയ്യും? ഇവന്മാരെ അവിടെ പോയിരുന്നത് മറ്റേ ഡിജിറ്റൽ PSC പരീക്ഷ എഴുതാന്ന് പറഞ്ഞു. ഗൂഗിളിന്റെ ഇത് മറ്റേ ഗെയിൽ ലാക്മാൻ നോവല്, ഇൻട്രൊഡക്ഷൻ ടു അൽഗോരിതം, മറ്റേ ലിങ്ക്ഡ് ലിസ്റ്റ് 14 രീതിയിൽ ഇൻസേർട്ട് ചെയ്യും. മറ്റേ AVL ട്രീ തലർച്ചിടും. അങ്ങനെ ധരിച്ച് കുറച്ച് പേര് ഫാൻ കമ്പനി കയറും. അപ്പൊ കുറെ പേർക്ക് അവിടെ ഇരിപ്പുറക്കില്ല. അപ്പൊ അവരിപ്പോ യൂസഫ് അലിയുടെ ഡയറക്ടറൊക്കെ ആവേണ്ട ആൾക്കാരാണ്. ഇവര് നേരെ പോയി അംബാനിയുടെ വേലക്കാരാവും. അപ്പൊ അവിടെ നോക്കുമ്പോ വേലക്കാരൻ കുറച്ചുകൂടി സ്റ്റാറ്റസ് കൊടുക്കണം. അങ്ങനെ ഇവൻ കുറച്ചുകൂടി പഠിക്കാൻ തുടങ്ങും. അങ്ങനെ അവൻ അമേരിക്കയിൽ പോയിട്ട് വാറൻ ബഫയുടെ കുക്കാവും. അപ്പൊ ഈ മിക്ക ആൾക്കാരും അവരുടെ ക്ഷമതയ്ക്കപ്പുറത്തും ത്രാണിക്കപ്പുറത്തുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. അവിടെ അവർ ഇരിക്കാൻ വേണ്ടി കാണിക്കുന്ന പങ്കപ്പാടിൽ ഇവരുടെ ജീവിതം സ്ക്രൂഡാണ്. അപ്പൊ റാദർ ദാൻ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മറ്റേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മള് ചില സ്ഥലത്ത് പോവാതിരിക്കുക, അല്ലാതെ എന്ത് ചെയ്യും? ഞാൻ ഇത് ഇങ്ങനെ പല സൈഡും പറയണ എന്താണെന്നറിയോ, ഒരു യെസ് മാൻ എന്നുള്ള ഒരാളുണ്ടെങ്കിൽ അയാള് പണിയിട്ട് ചത്തു, അയാളെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയില്ല. അല്ല, അതിനാണല്ലോ സ്റ്റിമുലസ് റെസ്പോൺസ് കാണുമ്പോൾ ഫീഡ്ബാക്ക് എടുത്ത് അടുത്ത ഇത് ചെയ്യണം. അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനാണ് നമ്മൾ പറയൂലേ രാഷ്ട്രീയപരമായി നേരിടണം എന്ന് പറയുന്നത്. ഇപ്പൊ ലാലെ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പലപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആണ്. എങ്ങനെ നമ്മളൊരു സ്ഥലത്ത് പോയി, ഇപ്പൊ പണ്ട് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലുള്ളവർക്ക് ബുദ്ധിയുള്ളൂ എന്നാണ് ടെക്നോ പാർക്കിലെ ആൾക്കാർ വിചാരിച്ചത്. അറിയൂ? അപ്പൊ നമ്മൾ വേണമെങ്കിൽ അതങ്ങോട്ട് അംഗീകരിച്ച് ഇങ്ങോട്ട് കണ്ണടച്ച് മറ്റേ അവിടെ നീഗ്രോയിട്ട് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് നാട്ടിലുള്ള അപ്പാവികളുടെ മേത്ത് വെന്റിലേറ്റ്, നമ്മുടെ ദേഷ്യം വെന്റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇത് ചെയ്യാം. പക്ഷെ ഇത് ചലഞ്ച് ചെയ്താൽ എന്ത് പറ്റും? കടന്നൻകൂട്ടി കൈയിട്ട മാതിരിയാവും. പിന്നെ നിങ്ങളത് തെളിയിച്ചു കൊടുക്കണം, നിങ്ങൾ കറക്റ്റ് ആണ്. ബർഡൻ ഓഫ് പ്രൂഫ് നിങ്ങൾക്കായിരിക്കും, ശരിയാണോ? ഇനി അല്ലെങ്കിൽ തന്നെ ഒരു ഇന്റലക്ച്വൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. അതായത് ITI, പോളിടെക്നിക്, ഡൊണേഷൻ കോളേജ് BTech, മറ്റേ എന്താ പറയാ, ഒരു മിഡിൽ ലെവൽ BTech കോഴ്സ് കോളേജസ് ലൈക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, TKM, അങ്ങനെ പിന്നെ സ്റ്റേറ്റിലെ എലൈറ്റ് ലൈക്ക് ട്രിവാൻഡ്രം, പിന്നെ REC, പിന്നെ ഈ IIT, പിന്നെ IISc, പിന്നെ IIM, ഇങ്ങനെ MIT, മറ്റേ സ്ലോവാൻ സ്കൂളോ അല്ലെങ്കിൽ ഹാർവർഡ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു പെക്കിംഗ് ഓർഡർ ഉണ്ട് ഇല്ലേ? ഇതിന്റെ ഉള്ളില് പലപ്പോഴും ഈ ആകസ്മികമായിട്ട് കേറിയിട്ട് അവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റാണ്ടാണ് ഈ പ്രഷർ എല്ലാം ഉണ്ടാവണേ, ശരിയാണോ? അപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു 10 കൊല്ലം വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകാലോ ഈ അംബീഷനൊക്കെ ഒരു പരിധി ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിലെ പലതും ആലോചിക്കും. സയൻസ് ഫിക്ഷൻ വായിച്ചിട്ട് അമേരിക്കയിലെ ടെക്സസിലെ വൈൻയാർഡിൽ പോയിട്ട് വെർമിയറിന്റെ പെയിന്റിങ് വീണ്ടും വരയ്ക്കുന്നതൊക്കെ. വൈൻയാർഡിന് അവിടെ ചെല്ലുമ്പോ അവിടെ ചിലപ്പോ മറ്റേ കൊളംബിയൻ കാർട്ടൽസിന്റെ വീടുകളായിരിക്കും കാണുന്നത് അവിടെ, മനസ്സിലായ?
അപ്പൊ ഈ നമ്മുടെ ചെറുപ്പത്തിലെ ഓരോ കുറെയൊക്കെ ആഗ്രഹങ്ങൾ കർബ് ചെയ്യാൻ ബെഗേഴ്സ് ആർ നെവർ ചൂസേഴ്സ്. അപ്പൊ വൈ ഷുഡ് യു ചൂസ്? അപ്പൊ ഈ ഒരു ലെവല് കഴിയുമ്പോ ആ ബോധം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ സംവിധാനങ്ങൾ ഇപ്പൊ ഈ മെക്കാനിസത്തെ തകർക്കും. അല്ലെങ്കിൽ നമ്മള് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെ ഫെയിലിയർ അല്ല, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുള്ള ഒരു കെൽപ്പ് വേണം നമുക്ക്. അതാണ് മനസ്സിലാവണം. അത് ഒരു 10 കൊല്ലം കഴിയുമ്പോ മനസ്സിലാവാനുള്ള പശ്ചാത്തലം നമുക്ക് ഉണ്ടാവും. ഒന്നിലോ തുടരെ പരാജയത്തിന് ട്രൈ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. ഇപ്പൊ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സിസ്റ്റന്റലിസം എന്ന് പറഞ്ഞൊരു ഫിലോസഫി ഉണ്ട്, കേട്ടോ? അതായത് ഈ ഫ്രഞ്ച് ഫിലോസഫിയ ജോൺ പോൾ സാർത്രയും സൈമൺ ഡി ബൂവയൊക്കെ മുന്നോട്ട് വെച്ച, ഇപ്പൊ ആൽബർ ക്യാമ്യൂ, സോറൻ കീർക്കാട് എന്ന് പറഞ്ഞൊരു ഡച്ച് അല്ല, ഒരു ഡാനിഷ് ഫിലോസഫർ ഒക്കെ ഉണ്ട്. അതിന്റെ അയാൾക്ക് അയാളുടേതായ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് മറ്റേ ഈ ഫിലോസഫി ഉണ്ട്. അയാൾക്ക് ഇതിന്റെ ഒക്കെ ഒരു ആത്മീയ പിതാവ് മാതിരിയാണ്. അവര് പറഞ്ഞതെന്ന് വെച്ചാല്, ഒരു കസേര നിങ്ങൾ വാങ്ങിക്കാന്ന് വെച്ചോ, ആ കസേരയുടെ എസെൻസ് അതിന്റെ എക്സിസ്റ്റൻസിന് മുമ്പേ തീരുമാനിച്ചു കഴിഞ്ഞു, അല്ലെ? സംബഡി ഹാസ് ടു ഡിസൈൻ ഇറ്റ്. മനുഷ്യന് അങ്ങനെ പറയത്തക്ക ഡിസൈൻ ഒന്നുമില്ല. ഓരോ മനുഷ്യനും അവൻ്റെതായ രീതിയിൽ സോൾ സെർച്ച് ചെയ്യണം. എന്തും അവന് ചെയ്യാം, ആസ് ലോങ് ആസ് ഹി ഈസ് വില്ലിംഗ് ടു സഫർ ദ കോൺസിക്വൻസ്. ഈ എന്തും ചെയ്യാം എന്നുള്ളത് ആൾക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് സഫർ ചെയ്യാൻ തയ്യാറല്ല. അവിടെയാണ് അതിന്റെ പ്രോബ്ലം. എവിടെ കിട്ടിയ ഇനി പെർഹാപ്സ് കോൺസിക്വൻസ് ഉണ്ടെന്ന് പോലും ആലോചിക്കാറില്ല. അവന് തള്ളപ്പെടുകയാണ് ചെയ്യണം അങ്ങോട്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മൈക്രോ അത് ഫ്രേസിങ്ങിന്റെ ആണല്ലോ. അതായത് എന്തും ചെയ്യാം ആസ് ലോങ് ആസ് ദേ സഫർ ദ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ അവര് സഫർ ചെയ്യണം എന്നുള്ളതാണല്ലോ. അല്ല ദേ ഹാവ് ടു സഫർ ദ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അതിപ്പോ എല്ലാത്തിനും നമ്മൾ അൺഇന്റന്റഡ് കോൺസിക്വൻസ് ഉണ്ടാകണമെന്നില്ലല്ലോ. പോസിറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാവാം. അതും സഫർ അല്ല, അതിനെ സഫർ എന്ന് പറയുമല്ലോ. അതല്ലേ പറഞ്ഞത്. അതായത് ഞാൻ വിജയിച്ചാൽ എന്റെ ബർമൂഡ, ഞാൻ തോറ്റാൽ എൻവയോൺമെന്റിന്റെ വള്ളിക്കളസം. ആ പ്രോബ്ലം ഉണ്ട്. ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ പറയണ പോയിന്റ് സം പോയിന്റ് ഉണ്ടായി മനസ്സിലാക്കണം. ഇപ്പൊ എനിക്കത് മനസ്സിലായി. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ തുടരെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഫാങ് എഞ്ചിനീയേഴ്സിനെ അംബാനിയുടെ വേലക്കാരെന്ന് വിളിക്കും. എന്നെയൊക്കെ ഞാൻ യൂസഫ് അലിയുടെ മറ്റേ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന് വിളിക്കും. യൂസഫ് അലിയുടെ വൈസ് പ്രസിഡന്റും അംബാനിയുടെ വൈസ് പ്രസിഡന്റും മറ്റേ വാറൻ ബഫയുടെ വൈസ് പ്രസിഡന്റും ഒരേ പണിയാ ചെയ്യണം, കോമ്പൻസേഷൻ ഏതായാലും. അപ്പൊ അത് ആ ലെവല് എന്തൊക്കെ പറഞ്ഞാലും അംബാനിയുടെ വീട്ടിലെ വേലക്കാരനോ വാറൻ ബഫയുടെ കുക്കിനോ പറ്റൂല. അങ്ങനെ തുറന്നു പറയാനും അസേർട്ട് ചെയ്യാനും നമ്മൾ പഠിക്കണം. അപ്പൊ പഠിക്കുമ്പോൾ നമുക്ക് അസൂയുള്ളതുകൊണ്ടെന്ന് പറയണം. അപ്പൊ നമ്മൾ ക്ലബ് ഹൗസിൽ മീറ്റിംഗ് വെക്കണം. പറ്റിയില്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യണം. മനസ്സിലായില്ലേ? അതായത് അതിനെ രാഷ്ട്രീയപരമായി നേരിടുന്നതിന് പകരം, ഇപ്പൊ ഞാൻ പറയട്ടെ, കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കമ്മ്യൂണിറ്റി ഇവന്റ്സിലൊക്കെ പോകും. ഇഫ് യു ആർ ദാറ്റ് സ്മാർട്ട്, വൈ ആർ യു നോട്ട് ആൻ MVP? എന്ത് ചെയ്യും? പിന്നെ MVP പ്രോഗ്രാം ഒരു അയ്യോ അതറിഞ്ഞൂടെ? മൈക്രോസോഫ്റ്റ് മോസ്റ്റ് വാല്യുബിൾ പ്രൊഫഷൻ എന്നാണ്. മിനിമം വാല്യുബിൾ പ്രൊഡക്റ്റ് അല്ല കേട്ടോ, അത് ബാസ്കറ്റ് ബോളിൽ നിന്ന് വന്നാന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ അത് ശരിക്കും പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, അതിനെതിരെ റൈറ്റ് ചെയ്യാൻ തുടങ്ങി. MVP ഇസ് എ റിവാർഡ് മാസ്കുറേറ്റഡ് ആസ് എൻ അവാർഡ്. അതായത് പണ്ട് പുള്ളുവൻ പാട്ട് പാടും. പണ്ടൊരു രാജ്യത്ത് ബിൽഗേറ്റ്സ് ഉണ്ടായിരുന്നു, അയാളുടെ പാണം പാട്ട് പാടി കുറച്ച് ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ MVP കിട്ടും എന്നാണ് എന്റെ തിയറി. അല്ലെങ്കിൽ റീജിയണൽ ഡയറക്ടർ എന്ന് പറഞ്ഞ ആളുണ്ട്, അയാൾക്ക് വെള്ളം വാങ്ങിച്ചു കൊടുക്കണം. അയാൾ വെള്ളം കുടിക്കില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ പണ്ട് ഒരു പിൽക്കാലത്താളെ MVP ആയിട്ടാ ഞാൻ പറഞ്ഞേ, എടാ MVP ആവാൻ വലിയ ബുദ്ധിയൊന്നുമില്ല, എടാ കുറച്ച് ബ്ലോഗ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരു പുള്ളി ഇൻഡസ്ട്രി കയറിയതിന്റെ 17ാമത്തെ ദിവസം ബ്ലോഗ് ചെയ്ത് തുടങ്ങി. ഞാൻ കഴിഞ്ഞപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ 30ഓളം ബ്ലോഗ് എൻട്രി ചെയ്യുന്നുള്ളൂ. അതായത് അക്ഷരം പ്രതി എന്നെ പുള്ളി വിശ്വസിച്ചു. എന്നെ പുള്ളിക്ക് കിട്ടിയിട്ടാ MVP. ശരത്തിന് അറിയാനാന്ന്. അപ്പൊ ഈ ടൈപ്പ് ഇപ്പൊ ഈ MVP ആയാലുള്ള കുഴപ്പം എന്താ പറയാ, ഒരു കൊല്ലം MVP ആയ അവർ പറയേ, ഓ ഇത് അബദ്ധം കൊണ്ടായതാണ്, അപ്പൊ അടുത്ത കൊല്ലാവും. അപ്പൊ അപ്പുറത്തൊരു ചെയ്യാം. ഞാൻ 3 കൊല്ലം ഈ പണ്ട് ശബരിമല കയറുമ്പേ
ഞാൻ 15 പടി കയറിയിട്ടുള്ള നീ പറഞ്ഞോ കേട്ടോളാന്ന് പറയും. അങ്ങനെ എന്റെ ചെറുപ്പത്തിൽ കണ്ടു ഒരാൾ പറഞ്ഞേ ഞാൻ 70 പ്രാവശ്യം കയറിയിട്ടുള്ളത്. അവൻ ഞെട്ടിപ്പോയി. എന്നുവെച്ചാല് ഒരു 80കളിലെ ഏതൊരു കാലഘട്ടത്തിലാണ് ശബരിമല പണ്ട് 6 മാസം ഒരിക്കലേ പോകാറുണ്ടായിരുന്നുള്ളൂ. എല്ലാ മാസവും നട തുറക്കാൻ തുടങ്ങി. വഴിയില്ല, ഇയാൾ എല്ലാ മാസവും പോവായിരുന്നു. അപ്പൊ ഇയാളായി അവിടുത്തെ ഏറ്റവും വലിയ അയ്യപ്പൻ. അപ്പൊ അത് മുസ്ലിംസിന്റെ ഇടയിലാണ് ഈ പാന്റിന്റെ ഇറക്കം കുറയ്ക്കലാണ് പണി. അതായത് ഈ വിശ്വാസിയാന്ന് കാണിക്കാൻ വേണ്ടി പാന്റ് ഇറക്കം കുറയ്ക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ബർമോഡ വേണ്ടിയുള്ള സാധനം ഇട്ട് എടുക്കും എന്തായാലും. അപ്പൊ എല്ലായിടത്തും ഈ കോമ്പറ്റീറ്റീവ് ഉണ്ട്. അതായത് ഭയങ്കര ഭക്തനാരാണ്, അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നോണ്ട് പറ്റുന്നതാണത്. ഇനിയിപ്പൊ അത് കേരള എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വിചാരിച്ച പോലും നമുക്ക് അതിൽ നിന്ന് കയറാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വേൾഡ് ഓടുന്നത്. അപ്പൊ ഒരുതരം അതിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല പേഴ്സണൽ നഷ്ടം സഹിക്കണം. അതിനാണ് ഞാൻ വിൽഫുൾ പോവർട്ടി എന്ന് പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾക്ക് ഈ മാഡ്നസിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അപ്പൊ അതിനാകെയുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്റ്റഡി വെൽ, യു ലേൺ ബിഗ് തിങ്സ് ആൻഡ് ഓൾവേസ് ഡു വർക്ക് വിച്ച് ഈസ് വെൽ വിത്തിൻ യുവർ മീൻസ്. അപ്പൊ അങ്ങനെയൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കുറെ എന്താ പറയാ, ഇനി അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 2.5 കൊല്ലം എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് എടുത്തു, 30 കൊല്ലം സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട്, 29 കൊല്ലം സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട്, പിന്നെ 2 കൊല്ലം ഞാൻ ഇത് എടുത്തിട്ടുണ്ടല്ലോ, വെള്ളം കുടിച്ചു. ഇനിയിപ്പോ എനിക്ക് അടുത്ത കാലത്തൊക്കെ എനിക്കൊരു മാനേജ്മെന്റ് ജോബ് എടുക്കണമെന്ന് ഞാൻ 2 പ്രാവശ്യം ആലോചിക്കും. മനസ്സിലായില്ലേ? അറ്റ് സം പോയിന്റ് ഇൻ ടൈം യു ഹാവ് ടു ടേക്ക് എ കോൾ. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് സോഷ്യൽ ക്യാപിറ്റൽ കുറയും, നിങ്ങൾ ഔട്ടായി എന്ന് പറയും. ഇവിടെ കിട്ടിയ അപ്പൊ സർവൈവ് ചെയ്യാൻ പറ്റുന്നാണ് പറയണത്. പിന്നല്ലാതെ അതിപ്പോ അതിനാണ് ഇപ്പൊ ഭാര്യയ്ക്കൊക്കെ ജോലി വേണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു പോർട്ട്ഫോളിയോ അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ് എടുത്താൽ മതി. ചുറ്റുള്ളവർ വെൽ ഓഫ് ആയാൽ പോരെ. നിങ്ങൾ തന്നെ അല്ല ലൊക്കേഷൻ കൺസ്ട്രെയിന്റ് ഉണ്ടായിരുന്നു ഈ ഇല്ല അതായത് ഷാർ പറയുന്നത് കൊച്ചിയിലെ ലൊക്കേഷൻ കൺസ്ട്രെയിന്റ് ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഇവിടെ ടെക്നോളജി ലീഡർഷിപ്പ് പൊസിഷൻസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. വെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ട്. അതെ അല്ല അത് വേറെ. ഇപ്പൊ ലാലേ ഈ ലൊക്കേഷൻ കൺസ്ട്രെയിൻസ് ഉള്ള ആള്, ഇപ്പൊ എനിക്ക് വിദ്യാഭ്യാസപരമായ സാഹചര്യത്തിലും പിന്നെ എന്റെ ടെമ്പർമെന്റും എനിക്ക് ഡെമോഫോബിയ ഉള്ളത് കൊണ്ട് എനിക്ക് വൻ നഗരങ്ങളിൽ പോകുന്നത് ഇഷ്ടമല്ല. അപ്പൊ കേരളത്തിൽ ഞാൻ പണ്ട് തിരുവനന്തപുരത്തേക്ക് രാത്രി കാലങ്ങളിലേ പോകാറുള്ളൂ. അതൊരു ഏർലി മോർണിംഗ് പോകും, ക്രൗഡ് എത്തണേക്ക് പോകുമ്പോ. ഇനിയിപ്പോ അപ്പോ ഞാൻ പറഞ്ഞാല് അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിലും ഭീകരമാണ്. അങ്ങനെ നാട്ടിൽ അകപ്പെട്ടു പോയ ആൾക്കാരുടെ രോദനമാണ് നമ്മൾ ഈ പലപ്പോഴും കേൾക്കണേ. പക്ഷെ ശരിക്കും ഒരു അകപ്പെടലില്ല, അതായിട്ട് താതാത്മ്യം പ്രാപിക്കാം. ഇവിടെ ആൾട്ടർനേറ്റ് വേ ഉണ്ട്, മനസ്സിലായില്ലേ? അവിടെയാണ് കമ്മ്യൂണിറ്റിയുടെ ഇവന്റ്സും ബ്ലോഗ് എഴുതുന്നതും കണ്ടന്റ് പിടിക്കുന്നതിനൊക്കെ ഒരു പ്രസക്തി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ആവാൻ പറ്റും. എല്ലാവർക്കും പറ്റുമോ എന്നുള്ളത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ കോളിൽ ഇരിക്കുന്നവർക്ക് ഇതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം, ഇത് കേൾക്കുന്നവർക്ക് എങ്ങനെ മുക്തി നേടാം, അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. കാരണം സാമൂഹ്യ പരിഷ്കർത്താവൊന്നുമല്ല ഞാൻ. കാരണം ഈ സമൂഹം എല്ലാം പാസീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സമൂഹം ഓടൂല. പിന്നെ നമ്മള് പാസീവ് ആക്ടിവിറ്റി ഒക്കെ പറയുമ്പോ അതിപ്പോ കുറച്ചു കാലം മുമ്പ് പറഞ്ഞേ കോർപ്പറേറ്റിൽ ഒളിച്ചിരിക്കലാണ് ഞാൻ പഠിപ്പിക്കണേന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചെയ്യാനുള്ള പണിയും എൻ്റെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ഡെലിവർ ചെയ്തതിന് ശേഷമാണെന്ന് പറയാൻ പറ്റുപോയി. ഞാൻ ഹയർ ചെയ്തവന്മാര് ഈ ട്രിക്ക് എനിക്കിട്ട് പെടുന്നത്. അങ്ങനെയാണ് ഞാൻ എന്റെ റെപ്യൂട്ടേഷൻ വരെ പോയനെ പഠിട്ടിയാ. പറഞ്ഞതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല അങ്ങനല്ല, ഇൻഡിപെൻഡന്റ്ലി അങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അതിനാണ് ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി എന്ന് ശരത് പറയും, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ അല്ലെ. അപ്പൊ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറ്. കാരണം എങ്ങനെയാണ് ബിസിനസ് വർക്ക് ചെയ്യണേ, എന്താണ് ബിസിനസ് റൺ ചെയ്യണതിന്റെ ബുദ്ധിമുട്ട്, എങ്ങനെ മാർജിൻ സ്ക്യൂസ് ചെയ്യപ്പെടുന്നു, മനസ്സിലായില്ലേ? അപ്പൊ വോളിയം കൂടുന്നില്ല. അപ്പൊ ഇന്നോവേറ്റ് ചെയ്യണത് എങ്ങനെയാണ്, അപ്പൊ എങ്ങനെയാണ് യു കൺ ഡു മോർ വിത്ത് ലെസ്. ആ ഒരു ലൈഫില് ആ കൺസേൺ ഹ്യൂമൻ വെൽഫെയറിന്
ഒരു പരിധി കൂടുതൽ അവർക്ക് എംഫസിസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ദാറ്റ് വിൽ പുട്ട് ദെയർ ഓപ്പറേഷൻ അണ്ടർ ജിയോപാഡി. അപ്പൊ അവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ മിക്ക ആൾക്കാർക്കും ഈ കുറെ കഴിയുമ്പോ അവരുടെ ജോലിയാണ് അവരുടെ ഐഡന്റിറ്റി. അവർക്ക് ഈ പ്രോബ്ലം ഇല്ല. അതായത് ജോലി ചെയ്ത് ഒരു നിശ്ചിത ടൈം, ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ ട്രേഡിങ് യുവർ ടൈം ഫോർ ദ മണി ദേ ആർ ഗിവിങ്, അല്ലെ? അതുകൊണ്ടാണ് അതിനെ കോമ്പൻസേഷൻ എന്ന് വിളിക്കണേ. ഒരു കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത്ര ടൈം കമ്മിറ്റ് ചെയ്യാൻ തയ്യാറ്, അതിനപ്പുറത്തേക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ അടുത്തൊക്കെ നമ്പർ ഇറക്കിയ പലരും. എന്നിട്ട് ആ ആൾക്കാർ ഇപ്പൊ ഭയങ്കര അവർക്ക് ലീഡർഷിപ്പ് കിട്ടി കഴിഞ്ഞപ്പോ അതൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. മനസ്സിലായില്ലേ? എന്റെ ടെറിട്ടറിയിലാണ് അവർക്ക് അങ്ങനെ. മനസ്സിലായില്ലേ? ബന്ദർക്കെ പച്ചേസ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാല്, ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. പക്ഷെ ഇതിപ്പോ എന്തിട്ടെന്ന് പറയാം. വേറൊരു സൈഡ് ചോദിക്കട്ടെ. അതായത് ഇപ്പൊ എൻ്റെ കമ്പനിയിലെ ഒരാള് അവിടുത്തെ വർക്ക് എൻവയോൺമെന്റിന്റെ സാഹചര്യം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കാം. അതെ. അപ്പൊ എൻ്റെ കമ്പനിക്ക് അതിന് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഇൻസെന്റീവ് എന്താണ്? അല്ല, അത് അവിടെയാണ് അതിന്റെ പ്രശ്നം. അത് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്കലേഷൻ മോഡലാണ് മോഡേൺ മാനേജ്മെന്റ് വർക്ക് ചെയ്യണം. പ്രൊആക്റ്റീവ് മോഡൽ മാനേജ്മെന്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിപ്രോ, they are supposed to be a software development company or Infosys or even UST or any other fledgling service company. പക്ഷെ അവർക്ക് അതൊരു റിയൽ എസ്റ്റേറ്റ് റിസോഴ്സ് സെൻട്രിക് കമ്പനി ആയിട്ട് ഓടിക്കാനേ പറ്റുള്ളൂ ആധുനിക കാലത്ത്. അവർക്ക് സെമാൻറ്റിക്സ് വെച്ചിട്ട് അത്രയും സ്കെയിലുള്ള ഓപ്പറേഷൻ ഓടിക്കാൻ പറ്റില്ല. അതിനുള്ള മാർജിൻ ഇല്ല. ഓക്കെ, അപ്പൊ ഏതാ ഒന്നുകൂടി പറഞ്ഞ എന്തുകൊണ്ടായിരിക്കും അത് നീ മനസ്സിലായത്? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു വിപ്രോ എടുക്കുക. വിപ്രോയില് 500 അക്കൗണ്ട് ഉണ്ടാവും ചിലപ്പോ. എന്നാലും അവർക്ക് ഈ 3 ലക്ഷം പേരെ അവർക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഈ 500 3 ലക്ഷം എന്ന് പറയുമ്പോ ഒരു അക്കൗണ്ടില് 60 രൂപ ഉണ്ടായില്ലേ? 3 ലക്ഷം അല്ലേ പറഞ്ഞ? $3000 പേര് അല്ലെങ്കിൽ അതിനും കൂടുതലുണ്ടാവും. ഇപ്പൊ തൽക്കാലം ഒരു 1000 അക്കൗണ്ട് തൊട്ട്. അപ്പൊ ഈ 1000 അക്കൗണ്ടും ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ഓടിക്കുള്ളൂ. അല്ലാണ്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡിന്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചായിരിക്കില്ല. അപ്പൊ ക്ലയന്റിന്റെ ഉദ്ദേശം എന്താണ് ഇങ്ങോട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്? അവർക്ക് ലോ സ്ട്രാറ്റജി വർക്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മെയിൻ്റനൻസ് ചെയ്യാനാണോ? ഇനി അതെയോ ന്യൂ പ്രൊഡക്റ്റ് ഇനിഷ്യേറ്റീവ്സ് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാനാണോ? അതേ മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ? അങ്ങനെ പല രീതിയിലെ കാരണത്താലായിരിക്കും ഓരോ അക്കൗണ്ട് ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നത്. അപ്പൊ USTക്ക് ഓരോ അക്കൗണ്ടിന്റെയും അത് ചെയ്യാൻ വേണ്ടി അവർ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മൈക്രോസോഫ്റ്റ് പ്രാക്ടീസ് ഉണ്ടാവും, ഒറാക്കിൾ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊരു മെട്രിക് സ്റ്റൈൽ ഓർഗനൈസേഷൻ ഓടിച്ചിട്ട് അത് ഒപ്പ് ചെയ്യണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല വാല്യൂ വെച്ചിട്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? എവരി റിസോഴ്സിനെ ഇത്ര എബിറ്റ കിട്ടണം. റിസോഴ്സ് ലെവലിലും റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാത്രമല്ല, അതിന് 40% മാർക്കപ്പ് ചെയ്തിട്ട് അവര് ഈ ഡെവലപ്പേഴ്സിന് ഷഫിൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോ 100 അക്കൗണ്ട് ഒക്കെ വിപ്രോയിൽ ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്യണ്ടാവും. പക്ഷെ അവർ 100 പുതിയത് കണ്ടുപിടിക്കും. ഇനി അല്ലെങ്കിൽ ഈ വെണ്ടർ റീഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ട് CTSന്റെ കുറെ വർക്കൊക്കെ ഇവർക്കും, ഇവരുടെ വർക്ക് കുറെ ടീച്ചേഴ്സിന്റെ വർക്ക് കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ വരും വെണ്ടർ കൺസോളിഡേഷൻ വരുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഇവര് ഒരു പ്രൊഫഷണൽ ലെവലിൽ ഗ്രോ ചെയ്യും. സോ ദാറ്റ് അവരുടെ മാർജിൻ പ്രഷർ ഈവൺ ഔട്ട് ചെയ്യണമല്ലോ. മനസ്സിലായില്ല? റിയൽ എസ്റ്റേറ്റ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, സാലറി കൂടിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ ട്രാൻസാക്ഷൻ ബേസ്ഡ് IT-യുടെ സ്പെൻഡിങ്ങും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? പണ്ട് ഈ 6 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഒക്കെ ചില കമ്പനിയിലൊക്കെ 14 മണിക്കൂർ അവർ വർക്ക് ചെയ്യുന്നുള്ള രീതിയിലാണ് എസ്റ്റിമേറ്റ് ഇടുന്നത്. അപ്പൊ അങ്ങനെ, അതായത് 2010 ട്രാൻസാക്ഷൻ ബേസ്ഡ് IT ചത്തു. പിന്നെ ഈ മറ്റേ പാരാമീറ്റർ
ഹൈപ്പർ പാരാമീറ്റർ മെഷീൻ ലേണിംഗിൽ ട്യൂൺ ചെയ്യണ മാതിരി ചോദിച്ച വശയാണ്. അപ്പൊ അവിടെ ഒരു എലമെന്റ് ഓഫ് സോക്കാൾഡ് എക്സ്പ്ലോയിറ്റേഷൻ നടന്നേ തീരൂ. അപ്പൊ അതൊക്കെ ഗവൺമെന്റ് വെച്ച് കഴിഞ്ഞാല് ആ ഇൻഡസ്ട്രി അവിടെ ഇല്ല. ശരിയാ. അപ്പൊ അതാണ് അതിന്റെ ഒരു പോയിന്റ്. അപ്പൊ അത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരണമെങ്കിൽ സീനിയേഴ്സ് ആദ്യമേ വാല്യൂ ബേസ്ഡ് ഐ ടിയിലോട്ട് നമ്മൾ നീങ്ങണം. അതിപ്പോ വാല്യൂ ബേസ്ഡ് ഐ ടിയിലേക്ക് നീങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? പണ്ടൊരാൾ പറഞ്ഞ കാര്യ, അയാൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഡിജിറ്റൽ തോട്ടിപ്പണി എടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ മെഷീൻ ലേണിംഗും കൺസൾട്ടിങ്ങും നോക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും കൺസൾട്ട് ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞതെന്ന് വെച്ചാല് ഒരു തോട്ടി സുഗന്ധ ദ്രവ്യം വിൽക്കാൻ വന്നാൽ നിങ്ങൾ എടുക്കുമെന്ന. മനസ്സിലായ? അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഒരു ഇമേജ് മേക്ക് ഓവർ വേണം. അപ്പൊ ട്രാൻസാക്ഷൻ ബേസ്ഡ് ഐ ടി പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ സെന്റർ മറ്റേ ഇന്ത്യ. ഓക്കെ, വാല്യൂ ബേസ്ഡ് അയർലൻഡ്. എഞ്ചിനീയറിംഗ് കാഡ് ഫോക്കസ്ഡ് ഈസ്റ്റേൺ യൂറോപ്പ്. മനസ്സിലായ? ഇതാണ് ഗെയിം. അതിന്റെ ഇടയ്ക്ക് ശ്രീലങ്ക ഇന്ത്യയേക്കാൾ ബെറ്റർ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് കോമ്പറ്റൻസ് ഉണ്ടാക്കി അവിടെ. കാരണം അവർക്ക് ഇന്ത്യ അടുത്ത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ട്രാൻസാക്ഷൻ ബേസ്ഡ് ഐ ടിയില്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന വ്യവസായവും ഇതെങ്ങനെ ഓടുന്ന ഇതിന്റെ എക്കണോമിക്സ് അറിയാതെ ഈ വ്യവസ്ഥിതിയെ കുറ്റം പറയുന്നത് ശരിയാണോ? അത് പറ. രണ്ട് രീതിയിലുണ്ട്. ഇങ്ങനെ കുറ്റം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ അവെയർ ആവില്ല പ്രസിദ്ധി. അതാണ്. അല്ല, അവെയർ ആവണമല്ലോ. ആ അവയർനെസ് കൂടിപ്പോയതുകൊണ്ടാണ് അതിനെ. ഇപ്പൊ ഞാൻ ഇതിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാം? ഒരു ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഞാനിത് പറയുമ്പോൾ എന്നോടുള്ള എതിർപ്പിന് ഞാൻ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞ വസ്തു വേണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതില്ലാന്ന് കാണിക്കാൻ വേണ്ടി ഡാറ്റ പോയിന്റ്സ് സ്വീകരിക്കുകയും അവർ എന്റെ ശത്രുക്കൾ ദരിദ്രരാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ പറയുന്നതിന് വസ്തുതയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ഇതിപ്പോ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി അല്ല. നമ്മളൊരു ബിസിനസ് നടത്തുന്ന ഒരു കടക്കാരനാണെങ്കിൽ ഈ പ്രശ്നമുണ്ട്. മനസ്സിലായോ? കാരണം നമ്മൾ UST പോലും ചിന്തിക്കണം. ഞാനിപ്പോ എന്റെ ഒരു സ്വന്തം ബിസിനസ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ പ്രസിദ്ധി പറയുന്നത് പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇൻവെസ്റ്ററും ചൂഷണം ചെയ്യാൻ ശക്തിയുള്ള ഒരാളാണ്. അവരെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെയുള്ള ഗ്യാസ് ലൈറ്റിംഗ് നടത്തണം വല്ലപ്പോഴെങ്കിലും എന്നാണ് എൻ്റെ ഒരു. അല്ല, അതിനാണ് പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. അത് വേണമല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി വെക്കണം എപ്പോഴാ ഞാനൊരു പ്രപ്പോസൽ വെക്കും, ആൾക്കാർ അതിനെ അടിച്ച് പൊട്ടിക്കും. അപ്പൊ അതിൽ നിന്ന് പുതിയ ഒരെണ്ണം വരും. മനസ്സിലായില്ലേ? അതായത് ആ ഡയലക്ടിക്കൽ പ്രോസസ്സിൽ ബെറ്റർ. ഇപ്പൊ ഞാൻ വാദിച്ചു, ഇതിപ്പോ ഞാനൊരു 50% എന്റെ വിശ്വാസവും 50% ഒരു ഡെവിൾസ് അഡ്വക്കസിയാണ് ചെയ്യണേട്ടാ. കാരണം എന്റെ മൊറയിൽ ഇതാന്ന് വിചാരിക്കരുത് കേട്ടാ. ഞാൻ എംപതൈസ് വിത്ത് ദാറ്റ് ലേഡി ആൻഡ് ഡെസ്പൈറ്റ് അത് ഷീസ് യങ്. അപ്പൊ ഡെഫിനറ്റ്ലി ഷീ റിക്വയർസ് അവരുടെ ആത്മാവിനൊരു ഇത് വേണം. അത് ഒരു ഡൗട്ടും ഇല്ല. ഞാൻ അതിനൊരു ഇതും പറയുന്നില്ല. പക്ഷെ എനിക്ക് ഈ ന്യൂസ് തന്നത് ഒരു ചെറുപ്പക്കാരൻ പയ്യനായതുകൊണ്ടും 2-3 ചെറുപ്പക്കാർ പയ്യൻ ഇത് തന്നപ്പോ എനിക്കൊരു ഡേഞ്ചർ തോന്നി. ഇപ്പൊ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള പദം എനിക്ക് 10-30 കൊല്ലമായിട്ട് അറിയാവുന്ന ഒരാളാണ് എനിക്കതൊരു ഇത് ചെയ്ത്. ഒരു പയ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഇവിടെ കിട്ടിയ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, സൂക്ഷ്മ ദൃഷ്ടിയുടെ വ്യത്യാസം ഉണ്ട് അതില് ഉപയോഗിക്കുന്നതില്. ഉണ്ട്. അല്ല അതുണ്ട്. അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഐ എം നോട്ട് ആർഗ്യൂയിങ് ദാറ്റ് ഓക്കെ ദാറ്റ് മാനേജർ ഈസ് റൈറ്റ് ഓർ ദി EY ഈസ് റൈറ്റ്. EYയില് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ എന്താണ്ടൊരു കേസ് റിപ്പോർട്ട് ചെയ്തെന്ന്. അപ്പൊ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ EYയില് ഒരു 5 ലക്ഷം പേര് വർക്ക് ഉണ്ടാവില്ലേ ഗ്ലോബലി? അറിയില്ല, അറിയില്ല. നമുക്ക് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് 1 in 1000 കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ളൂ എന്ന് വിചാരിക്കാം. അതില് അല്ല, ഇത് അതിന്റെ ഇന്ത്യ ഓപ്പറേഷൻസ് റൺ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് ഒന്ന് പറഞ്ഞത്. അതായത് 1 lakh എംപ്ലോയീസ് ഉണ്ട്, ഒരാൾക്കാർ സംഭവിച്ചേക്കണേന്ന് പറഞ്ഞിട്ട്. അത് അവരെങ്ങനെ സാമ്പിൾ സ്പേസസ് ക്യൂഡ്. അത് തന്നെ എന്റെ ആർഗ്യുമെന്റ് അല്ല. നമുക്ക് ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്കലി 1 in 100 ജെന്യൂൻ ആവേണ്ട സ്ഥലത്ത് 1 in 1000 ഉള്ളൂ എന്ന് വെച്ചോ. അപ്പോഴും 1 ലക്ഷത്തില്
100 പേർക്കേ ഇത് അഫക്റ്റ് ആവുന്നുള്ളൂ. പക്ഷെ അപ്പോഴും ഒരു ഒരു സൈക്കോ മാനേജർ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു എംപ്ലോയിനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളൊരു സംഭവം നിൽക്കണില്ല അവിടെ. അല്ല അപ്പൊ അവിടെ ഇപ്പൊ ഞാൻ പറയട്ടെ, ആ ലേഡിയുടെ ബന്ധുക്കളെ തെറി പറയണോ അതെയോ അല്ലല്ല, ഞാൻ തെറി പറയണോ എന്നുള്ളതാണ് പ്രശ്നം. ആരെയും തെറി പറയണില്ല. ഞാൻ ചോദിക്കണത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, ഒരു സൊല്യൂഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അവര് സൂയിസൈഡ് ചെയ്യണത് അവർക്ക് അനാരോഗ്യം വരികയാണോ ചെയ്തത്? അനാരോഗ്യം വരുവാണ്, ടയേർഡായി എന്തോ കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനെയാണ് എൻ്റെ അറിവ്. പ്ലീസ് കറക്റ്റ് മീ. അല്ലല്ല ഓക്കെ ഓക്കെ, ഞാൻ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു പെട്ടെന്ന്. ഞാനും കേട്ടത് ഇതാണ്. പക്ഷെ ഇനിയിപ്പോ അല്ല ഇതിന് അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അതിൽ വലിയ വ്യത്യാസമില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് സൂയിസൈഡ് ചെയ്യണതാണെങ്കിലും ഇതാണെങ്കിലും, അതായത് ഇപ്പോൾ ഇവിടെ SBIയുടെ ബാങ്ക് മാനേജർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇതുപോലെ മോളിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രഷറും ഇവർക്ക് എന്താ പറയുക കോട്ട എത്തിക്കാൻ പറ്റാത്ത സംഭവങ്ങളും, ഇവർ ഇപ്പം ഇറങ്ങുവാണെങ്കിൽ, അതായത് അവിടെ നിന്ന് നിർത്തി പോരുവാണെങ്കിൽ വേറെ ചോയ്സ് ഇല്ല എന്നുള്ള സംഭവങ്ങളൊക്കെ എല്ലാം കൂടി ആയിരിക്കാം അങ്ങനെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിടയ്ക്ക് ഭയങ്കര പ്രഷറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സിറ്റുവേഷൻ ഉണ്ടാവാം. ഇതിനെ നമുക്കൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യണം, അതേ രക്ഷയുള്ളൂ. കാരണം വേറൊരാളെ ചൂഷണം ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അതിന് നോ പറയാനുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ സപ്പോർട്ട് ചുറ്റുപാടിന്ന് കൊടുക്കാനുള്ള ഒരു ഇപ്പം നമ്മളത് കാണുന്നുണ്ട്, നമ്മൾ മിണ്ടാതിരിക്കുവാണ്, അത് ചെയ്യരുത്. അല്ല ശ്രീത്തെ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പോൾ 10,000 രൂപ സാലറി കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്ന് ചോദിച്ചോ, ആവറേജ് 10,000 അവിടെ 5-6 പേര് ആത്മഹത്യ ചെയ്തു, ഒരു ബാഡ് റെപ്യൂട്ടേഷൻ വന്നു, അവർ പറയുവാണ് ഞങ്ങൾ അത് ക്ലീനപ്പ് ചെയ്യുവാണെന്ന് പറയുവാണ്. 15,000 രൂപ സാലറി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ പോകും. അത് അങ്ങനത്തെ ഒരു സാഹചര്യവുമല്ല, ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ഇതുകൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. റെസ്ട്രിക്റ്റ് ചെയ്യണമല്ല, അത് ആൾക്കാർ പോവും. അങ്ങനെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കാൻ എന്ത് ബെനിഫിറ്റാണ് ആൾക്കാർക്കുള്ളതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല അവർക്കെതിരെ അയാൾക്ക് മാനേജർക്കെതിരെ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡിനാണോ കേസ് എടുത്തേക്കണത്? എന്താ കേസ് എടുത്തേക്കണേ? അതറിയില്ല കേട്ടോ. കേസ് ഉണ്ടോ മാനേജർക്കെതിരെ? അവർ കേസ് എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഇവരെന്തോ ലെറ്റർ അയക്കോ എന്തോ ചെയ്തു കമ്പനിയുടെ ഡയറക്ടർക്കോ ആർക്കോ, ഇവരുടെ കുട്ടിയുടെ പാരൻസ്. സുവമോട്ടോ കേസ് എടുത്തൂടെ പോലീസുകാർക്ക്? ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ കോടതി പറഞ്ഞാലും എടുക്കാം. ഒരാൾ പബ്ലിക് ലിറ്റിഗേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആണ് കേസസ് ഓൺ ദ കാർഡ്സ്. അങ്ങനെയല്ല ഇതിന്റെ അല്ല ഇത് ഇതേമാതിരി തന്നെ നിങ്ങൾ ഈ ഒരു വേറൊരു കേസും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ഒരു പ്രശ്നം കാലിഫോർണിയ കാസ്റ്റ് കേസ് അറിയാവോ എന്താന്ന്? കാലിഫോർണിയ കേട്ടോ, അതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ അല്ല അതൊരു ഇതായിട്ട് നല്ല ബന്ധമുള്ള ഒരു കേസാണ്. ഈ കോർപ്പറേറ്റ് ഇതിനെ ഈ പുറം ലോകം ഇടപെട്ടിട്ട് കുളമായ ഒരു കേസാണ്. കാലിഫോർണിയ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കേസ്. അപ്പൊ ഒരു എംപ്ലോയി അയാളുടെ പേര് ഗുപ്യമായിട്ട് വെച്ചേക്കാണ് അയാളുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. accused 2 Cisco supervisors of discriminating against and harassing an employee who identified as Dalit, lowest class in the caste hierarchy. ഇതൊരു വെസ്റ്റേൺ മാധ്യമത്തിൽ വന്ന ന്യൂസാണ്. ഓക്കെ, ഇത് 2020 നടന്നേ. ഒരു 2 അയ്യർമാരാണ്, അയ്യറും ഒരു തെലുങ്കനും എതിരെയാണ് ഈ കേസ് കൊടുത്തത്. ഇവർ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കുമായിരുന്നു അതിന്റെ തലേദിവസം വരെ. ഇവര് വെള്ളം അടിച്ചപ്പോ ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോ ഇവൻ പോയി കേസ് ഫയൽ ചെയ്തു. അപ്പൊ ഈ അമേരിക്കയിൽ ഒരു ക്രിട്ടിക്കൽ റേസ് തിയറി എന്ന് ഒരു സാധനം കേട്ടിട്ടുണ്ടോ നിങ്ങള്? CRT. അതായത് വർണ്ണവിവേചനം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തതിന്റെ പശ്ചാത്തലമൊക്കെ സ്റ്റഡി എടുത്തിട്ട് ബ്ലാക്സിന് റെപ്പറേഷൻ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഫിലോസഫി അത് CRT. അപ്പൊ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ എന്തൊരു വിശ്വനാഥൻ ഒരു ലേഡിയും പിന്നെ ഒരു സൂരജ് യങ്ഡേ എന്ന് പറഞ്ഞൊരു റിസർച്ചർ ഉണ്ട്. ഇവര് CRTയും ക്രിട്ടിക്കൽ കാസ്റ്റ് തിയറി ഉണ്ടാക്കി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്, CCT. ഓക്കെ, എന്നിട്ട് ദളിറ്റ്സ് ആർ കൈൻഡ് ഓഫ് എ ബ്ലാക്ക് ഇൻ ഇന്ത്യ. അപ്പൊ അവർക്കെതിരെ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഡിസ്ക്രിമിനേഷൻ കടല് കടന്ന് അമേരിക്കയിൽ എത്തണമെന്ന് അവർ വാദിച്ചു. മനസ്സിലായില്ലേ?
അങ്ങനെ അവിടെ ഒരു ഇതുമുണ്ട്, മറ്റേ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. അവര് വന്നിട്ട് ഇപ്പൊ അമേരിക്കയിലെ കോർപ്പറേറ്റില് ഇന്ത്യക്കാർക്ക് ക്ലാസ് എടുക്കും, എന്തോ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷെ കുറച്ചുപേര് ചലഞ്ച് ചെയ്തു. ഇപ്പൊ രാജീവ് മൽഹോത്രയൊക്കെ ഇടപെട്ട് അത് ഒരു കോൺട്രവേഴ്സി ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, ഒരുമിച്ചിരുന്ന് വെള്ളം അടിച്ചവന്മാര് വേറെ ലാൻഡിൽ പോയിട്ട് ഇപ്പൊ ഇതേമാതിരി ചെറിപ്പിക്ക് ചെയ്തിട്ട് അത് അവരുടെ പേരൊക്കെ ഉണ്ടായി. അവര് കുറെ ഇപ്പൊ NDTV-ലൊക്കെ അവന്റെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഏത് മനസ്സിലായില്ലേ? എന്നിട്ട് ഇപ്പൊ ദളിതല്ലാത്തവര് US-ലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോ എഴുതി കൊടുക്കണം കാസ്റ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ലാന്ന്. അസിഫ് ഇവിടെ എല്ലായിടത്തും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉള്ളതായിരിക്കും. ഇവിടെ കിട്ടിയ അപ്പൊ ഈ ലീഗൽ സിസ്റ്റത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ത്രീകള് വിനിയോഗിക്കുന്നു. കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പ് SC/ST ആൾക്കാർ അത് അവർക്ക് കിട്ടിയ പ്രിവിലേജ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഗ്രൂപ്പ്സും, ഇപ്പൊ വിമൻ ആണെങ്കിലും ഇപ്പൊ മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കുന്നവരാണെങ്കിലും, മറ്റേ ഇപ്പൊ ബ്രിട്ടനിലൊക്കെ കണ്ടിട്ടുണ്ടോ, അതായത് ഈ പാകിസ്ഥാനികളൊക്കെ വന്നിട്ട് സ്റ്റേറ്റ് ഇതായിട്ട് 10, 12, 14 മക്കളൊക്കെയാണ് അവർക്കുള്ളത്. വെള്ളക്കാരന് 2 കുട്ടികൾ പോലും ഇല്ല. ഒരു കിട്ടിയ അപ്പോ ഈ ലീഗൽ ലൂപ്പ് ഹോള് ഉപയോഗിച്ച് ലോബിങ് നടക്കും അവിടെ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ സിദ്ദിഖും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ കുറ്റക്കാരായിരിക്കും. എൻ്റെ സിനിമക്കാരെ പിടിച്ച് മറ്റേ ഇതാക്കിയിട്ട് പത്രക്കാര് മയക്കുമരുന്ന് പറഞ്ഞപ്പോ മിണ്ടാതായി. ശ്രദ്ധിച്ച? അപ്പൊ ഇതിന്റെ ഇടയില് ഈ ഗെയിം വരും. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിനിസ്റ്റർ ഓഫ് ലേബറിനെ BJP-യെ ബാധിക്കുവോ അല്ലെങ്കിൽ ഇതിന് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കമ്മ്യൂണൽ കളർ വരുമോ എന്നുള്ളതല്ല. കോർപ്പറേറ്റിന്റെ എക്സിസ്റ്റൻസ് ന്യൂട്രൽ ആൾക്കാർക്ക് ആവശ്യമാണ്. ഇപ്പൊ കോർപ്പറേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മള് കോർപ്പറേറ്റിനെ വെർച്വ ഇത് ചെയ്യും. കോർപ്പറേറ്റിൽ ആഗ്രഹമില്ലാത്തവരെ ഓപ്റ്റ് ഔട്ട് ചെയ്യാനാണ് പ്രേരിപ്പിക്കേണ്ടതെന്നാണ് എന്റെ തിയറി. ശ്രീത് എന്താ അഭിപ്രായം? അതെ, നമുക്ക് കോർപ്പറേറ്റ് അല്ലെങ്കിൽ പിന്നെ ഫണ്ട് ഫ്ലോ ഉണ്ടാവൂല, ടൈറ്റ് ആണ്. അല്ല, ഫണ്ട് ഫ്ലോ അല്ല. ആലോചിക്ക്, നിങ്ങൾ പിന്നെ ബിസിനസ്, നിങ്ങൾ പിന്നെ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നതിനാ. കോർപ്പറേറ്റിന്റെ വാഗ്ദാനം എന്താണ്? നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന എംപ്ലോയി വരും, നാളെ നിങ്ങളാണ് ഇതിന്റെ ഉടമ എന്നാണ്. യു ഗ്രോ, യു ലേൺ അബൌട്ട് ബിസിനസ്. അല്ലാണ്ട് നിങ്ങൾ മരിക്കണവരെ എംപ്ലോയി ആയിട്ട് കഴിയാനാണോ കോർപ്പറേറ്റ് പറയണത്? ഇപ്പൊ സ്റ്റാർട്ടപ്പിന്റെ ഭാഷ എന്താണ്? സ്റ്റാർട്ടപ്പിൽ ഒന്ന് ജോലി എടുത്ത് കാശുണ്ടാക്കാനല്ലേ പറയണേ. യു വർക്ക് ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, you thrive and you start your own startup and soon you be your own boss. അതല്ലേ ഈ വെസ്റ്റേൺ ലേസി സ്ക്വയർ ക്യാപിറ്റലിസം. വെള്ളക്കാരന്റെ എല്ലാം എടുക്കാമെങ്കിൽ അതും കൂടി എടുക്കുന്നു. ഈ കോർപ്പറേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഏത് പോയിന്റ് വരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം വരില്ലേ? അല്ല, ഇന്നത്തെ കേസിൽ ടോപ്പ് ഡൗൺ ആണ് വേൾഡ് വർക്ക് ചെയ്യുന്നത് 1850 ശേഷം. അപ്പൊ ക്യാപിറ്റലാണ് എല്ലാം തീരുമാനിക്കണേ. അപ്പൊ പ്രൊട്ടക്ട് ചെയ്തേ മതിയാവൂ. അത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന മാതിരി, ആൽക്കഹോള് വാണിംഗ് കൊടുക്കുന്ന മാതിരി കോർപ്പറേറ്റിലെ ഇന്ന കാര്യങ്ങളുണ്ട്. ഇത് വന്നു കഴിഞ്ഞാല് ഈ മറ്റേ എസ്കലേറ്റ് ചെയ്യാം മെക്കാനിസം ഉണ്ടല്ലോ അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. ഫൈറ്റ് ചെയ്യാനുള്ള എവിടെയാണ് പ്രശ്നം വരുന്നത്? ഒരാള് ചോക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്ത്യയിലൊക്കെ കാണുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയിലെ മിക്ക സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്കും വേറെ പണിയൊന്നുമില്ല. ഇവിടെ എഞ്ചിനീയേഴ്സും മാത്സും സയൻസും പഠിച്ചവര് പല കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് അവരിവിടെ ബിസിനസ് കൊണ്ടുവരുമ്പോ ഈ ഹ്യൂമാനിറ്റീസ് പഠിച്ച് മറ്റേ എഞ്ചിനീയേഴ്സിനെ കാശുണ്ടാക്കാൻ നോക്കുന്നതാണ് ഈ കാണുന്നത്. അത് നഗ്ന സത്യം. അത് ഹ്യൂമാനിറ്റീസിന് അതിൻ്റെതായ വാല്യൂ ഒക്കെ ഉണ്ട്, നോ ഡൗട്ട്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഇവിടുത്തെ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ഡിഫ്ലക്ഷൻ സ്ട്രാറ്റജി ഉണ്ട്. അതാണ് ഈ അരിന്തര ആ ബുക്ക് എഴുതണതും ഈ ബുക്ക് എഴുതണമൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ ലെറ്റ് ഇറ്റ് ബി ഫോട്ട് ഔട്ട്. അതായത് ഫൈറ്റ് ചെയ്തിട്ടത് ഫൈറ്റ് ചെയ്തിട്ട് കൺസെൻസസ് വരുമല്ലോ. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഏകപക്ഷീയമായിട്ട് നമ്മൾ അൺസ്റ്റേൻഡ് എങ്ങനെ ആ മാനേജറെ പറഞ്ഞിട്ട് കാര്യമില്ല. കോർപ്പറേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളൊരു സ്റ്റാൻസ് ആയിരിക്കണം. അത് ഏത് ഗവൺമെന്റ്, അതിപ്പോ പിണറായി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും പിണറായിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളോട് നല്ല സമീപനമാണ് പിണറായികൾ. അയാളുടെ അണികള് അല്ലെങ്കിൽ അയാളുടെ പാർട്ടിയുടെ എന്തെങ്കിലും ഇതൊക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? അല്ല, അത് പോസിബിൾ അല്ലല്ലോ. എന്നുവെച്ചാൽ ഫസ്റ്റ് കേസ് നമ്മൾ എൻ്റെ ഒരു ഇതിൽ നിന്നാണ് പറയണത്, നമ്മളാരും ഇവിടെ കോർപ്പറേറ്റിനെ തള്ളി പറയോ ഇവയിനെയോ ഇവയുടെ മാനേജറോ ഒന്നും പറയണില്ല. പക്ഷേ
എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരിതാണ്. പ്ലസ് പിണറായി ചെയ്യുന്നുണ്ട്, പക്ഷേ അണികൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിലെന്താ അർത്ഥം എന്നുള്ളത്. അല്ല, അതായത് ഞാൻ പിണറായിനെ ഡിപ്പെൻഡ് ചെയ്തതല്ല. ഈവൻ പിണറായിക്ക് പോലും അയാളുടെ പാർട്ടി നയം എക്സ് ആണെങ്കിലും അദാനിനെ വിളിക്കുക എന്നുള്ളതോ, ഇനി അല്ലെങ്കിൽ ഗീതാ വിശ്വനാഥിനെ മറ്റേ ഇതാക്കാനോ, ഇനി അല്ലെങ്കിൽ മറ്റേ അംബാനിക്ക് പറഞ്ഞ രീതിയിൽ ഹൈവേ എടുത്തു കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ദരിദ്രവും അല്ലെങ്കിൽ കേരളം മുന്നോട്ട് പോകില്ലല്ലോ. അപ്പൊ അതാണ് പറഞ്ഞേ. അപ്പൊ ഈ ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മൂലധനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ ലോകം മുഴുവൻ എതിർത്ത് മാനുഷിക മൂല്യങ്ങളുള്ള നേച്ചർ ലവിങ് ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് പോകാൻ പറ്റണം. അതിപ്പോ പോകാൻ പറ്റും വെച്ചാൽ ആ ട്രാൻസ്ഫോർമേഷൻ നടത്താന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയണേ. പക്ഷേ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പറയണേ അത് നടക്കണില്ല. കാരണം അതിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ആരും തയ്യാറല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അപ്പൊ കച്ചവടം അല്ലെങ്കിൽ ലോകമില്ല. അപ്പൊ മാനുഷികതയെ മറന്നുള്ള ഒരു കച്ചവടം എന്തിനുള്ളതാണ് അത് കാര്യം. പക്ഷേ ഇതിനൊരു ബിസിനസ് ലെൻസിൽ കണ്ടാൽ ഈ പ്രശ്നം തീരുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യൻസിന് ഇത് അലർട്ട്, അതായത് കോർപ്പറേറ്റ് ഇപ്പൊ നമ്മൾ വേണമെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയെ തള്ളി പറയേണ്ടി വരും സൊസൈറ്റീനെ പ്രീണിപ്പിക്കാൻ വേണ്ടി. ആ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കുമിളകളോ ഏതാണ്ട് ഒരു സീരിയൽ വന്നു. ഏതില്? ഈ മലയാള ചാനലില്. അപ്പൊ ഇത്തിരി അന്നത്തെ സെൻസിബിലിറ്റിക്ക് ഇത്തിരി യോ ആയിട്ട് അത് കാണിച്ചത്. അത് ഭയങ്കര IT പ്രൊഫഷണൽസ് ഇമ്മോറലാണ്, ടെക്നോ പാർക്കിന്റെ ഉള്ളില് വ്യഭിചാരം നടക്കണം എന്നുള്ള രീതിയിലാണ് ഫേസ്ബുക്കിലൊക്കെ കമന്റ് വന്നത്. ഇവിടെ കിട്ടിയ ഞാൻ ആ സീരിയല് അത്യാവശ്യം കൊള്ളാന്ന് പറഞ്ഞപ്പോ അടിയിൽ നല്ല തന്നേക്ക് വിളിച്ചു. മനസ്സിലായ? വൈകുന്നേരം 6:30 ഉണ്ടായിരുന്നേ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ഇതിനൊക്കെ തിരുവനന്തപുരത്തൊക്കെ ചില ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ പെണ്ണു കൊടുക്കൂല ടെക്നോ പാർക്കിലെ ജോലിയാണെങ്കിൽ. ഇവിടെ കിട്ടിയ അവർക്ക് അതിന് ഒരു ഫോട്ടോസ് അല്ലേ, കുറെ ഹിന്ദിക്കാരികളും കുറെ ആൾക്കാരും കാണാൻ കൊള്ളാവുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ഇതെന്താ അതിനുള്ള നടക്കണേ? പിന്നെ ആ ജോലി കൊലപാതകം നടക്കൂലേ? ഏതാണ്ട് ഒരു ലേഡി കാമുകന് വേണ്ടി ഭർത്താവിനെ കുത്തിയൊക്കെ പ്രശ്നം വന്നപ്പോ അത് ഭയങ്കര ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിട്ട് അത് ബ്ലോൺ ഔട്ട് ആയത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഇത് ഡൗൺ പ്ലേ ഉണ്ട, പക്ഷെങ്കിലും കൂടുതൽ കാരണം ഇത് ഇപ്പൊ എന്താ കോർപ്പറേറ്റിൽ ഇതാണ് നടക്കണേ. ഇനിയിപ്പോ നമ്മൾ നോക്കുമ്പോ ഈ ദൃഷ്ടി തന്നെ നോക്കും. മനസ്സിലായില്ലേ? അപ്പൊ അവിടെയാണ് അതിന്റെ പ്രശ്നം തന്നെ. അല്ല, പക്ഷെ ഒരു 5-6 വർഷം അല്ലെങ്കിൽ 3 വർഷം വർക്ക് ചെയ്തവർക്ക് ഇത് ഇങ്ങനെയാണ് കോർപ്പറേറ്റ് നടക്കുന്നത് എന്നുള്ള ഒരു അറിവ് ഉണ്ടാവൂലേ? അങ്ങനെ നിങ്ങൾ കോർപ്പറേറ്റിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തീവ്രവാദികളെയൊക്കെ സപ്പോർട്ട് ചെയ്യണ മാതിരിയാ. അവിടെയാണ് അതിന്റെ പ്രോബ്ലം. മനസ്സിലായ? അല്ല പ്രസിദ്ധി, ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നമ്മള് ആ സിസ്റ്റത്തില് ഇങ്ങനെ ഒരു അനോമലി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു പുതിയ ആൾക്കാർക്കല്ലേ ഇത് അറിയാൻ പാടില്ലാത്തുള്ളൂ. ഇപ്പൊ ഞാൻ EYയില് ജോലി അപ്ലൈ ചെയ്യില്ല, അല്ലെങ്കിൽ വേറൊരാൾ ജോലി അപ്ലൈ ചെയ്യില്ല എന്നുള്ള അവസ്ഥയിൽ എത്തുമോ? ഒരു 5 വർഷം എക്സ്പീരിയൻസ് കൂടുതലുള്ള അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ EYയിൽ അപ്ലൈ ചെയ്യില്ല എന്നുള്ള അവസ്ഥ എത്തില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. അത് തന്നെ. അപ്പൊ അവിടെ ചോയ്സിന്റെ എലമെന്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ പാരന്റ്സിന് അത് വിടാം. പക്ഷെ ഇതിപ്പോ എന്താ പ്രശ്നം വെച്ചാൽ ചെറുപ്പക്കാര്, പക്ഷെ ഇതിപ്പോ മോങ്ങാൻ കിടക്കുന്ന നായയുടെ തലയിലേക്ക് തേങ്ങ വേണ മാതിരിയാന്ന്. ബാക്ക് പേപ്പർ ഉള്ളവനൊക്കെ പറയുന്നത് ഈ കോർപ്പറേറ്റിലൊക്കെ പോയിട്ട് കണ്ടതേ കണ്ട അവനൊക്കെ വർക്ക് ചെയ്യണ അവൻ എക്സ്ക്യൂസ് ഉണ്ടാക്കൂലേ? എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാലോ. അല്ല അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാലിഫോർണിയ കാസ്റ്റ് കേസ്, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ ദളിത് അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം, നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ലാന്ന്. നിങ്ങൾ ജീവിതത്തിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ആരെയും. അത് ക്രിട്ടിക്, അത് ഹാർവർഡ് യൂണിവേഴ്സിറ്റി ഒരു കുത്തിത്തിരിപ്പ് കഥയാണ്. മനസ്സിലായ? അടിമച്ചന്ത നടത്തിയ സാഹിബ്മാരാണ് നമ്മളെ കാസ്റ്റ് പഠിപ്പിക്കണേ. അപ്പൊ നിങ്ങക്ക് മനസ്സിലായേ? അതിപ്പോ ഇന്നാള് പറഞ്ഞ കാര്യ, മുസ്ലിംസ് ഒക്കെ ഹിന്ദുക്കളുടെ ജാതി ഉണ്ട്, 56 ജാതിയും കണ്ടെന്ന് പറഞ്ഞ ഇന്ത്യയില് മുസ്ലിംസിന്റെ ഇടയില്. പശ്മണ്ട, മറ്റേത് ഹനാഫി, ഖുറേഷി, അങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പൊ ഈ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ ഉപവിഭാഗങ്ങളും പെന്തക്കോസ്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേണേ അത്രയും നമ്പർ ഉണ്ടാവും.
അപ്പൊ ഈ ചെറി പിക്കിങ് ചെയ്തിട്ട് ഈ ഫ്രാഗ്മെന്റിന്റെ ഇതുണ്ടാക്കാനുള്ള ഒരു ഇതാണ് കോർപ്പറേറ്റിനോട് ഒരു വെറുപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. ഈ കോർപ്പറേറ്റിനെ വെറുക്കുന്നവർ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പിന്നെ സർക്കാർ ജോലി കിട്ടാത്തതുകൊണ്ട് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യണം. കോർപ്പറേറ്റിനെ വെറുക്കുന്നവര് കോർപ്പറേറ്റ് വർക്ക് ചെയ്യാന്ന് പറയുമ്പോ നിങ്ങൾ കേരളത്തിലെ ഏത് നല്ല കമ്പനികളും പോയി നോക്കിക്കോ, 80% ആൾക്കാരും വെറുക്കുന്നവരാ. അല്ല സർക്കാർ ജോലി കിട്ടാത്തവര് അങ്ങനെ സർക്കാർ ജോലി കിട്ടാത്തവരൊക്കെ, പക്ഷെ അല്ലാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അവിടെ എത്തി നിൽക്കണം. അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, വേറെ ചെയ്യാനായിരിക്കും താല്പര്യം, പക്ഷെ സാഹചര്യം കൊണ്ട് അവിടെ നിൽക്കണം എന്നുള്ള സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ അതാ ഞാൻ പറയണേ, ഐദർ ഞാൻ പറയട്ടെ, ഇഫ് യു കാൻ ബീറ്റ് ദം ജോയിൻ ദം. മനസ്സിലായില്ലേ? അല്ലാതെ ഈ മറ്റേ ധോബിക്ക കുത്താ ഗർക്കാൻ അഗാട്കാന്ന് പറയും, രണ്ട് സ്ഥലത്ത് നിൽക്കും. അപ്പൊ എന്തുറ്റെന്ന് വെച്ചാല്, ഇപ്പൊ ഞാനൊക്കെ കമ്പനികളിൽ പോകുമ്പോ നമുക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിൽ കോമ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നടക്കൂല. ഇങ്ങനത്തെ ഉള്ളമാര് പിന്തിരിപ്പന്മാരോട് ഇരിപ്പുണ്ടാവും. എന്തിനാണ് ആർക്ക് വേണ്ടിയാണ് ഈ പണിയെടുക്കണെന്നൊക്കെ ചോദിക്കും. മനസ്സിലായോ? അവർക്ക് കേറാനും പറ്റില്ലല്ലോ, അവർക്ക് കയറാൻ പറ്റില്ല. അവര് മുകളിലിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ കാര്യം. അല്ല, അങ്ങനെ പറയരുത്. കാരണം ഇന്ന് കേരളത്തിലെ പല സ്ഥലത്തും SFI നേതാക്കളെ പല സ്ഥലത്തും പ്രോജക്ട് മാനേജേഴ്സായിട്ടൊക്കെ ഇരിക്കണേ. കാരണം അവർക്കേ ആ നേതൃത്വ പാഠമുള്ളൂ. അല്ലെങ്കിൽ വല്ല കേസുവിന് വേണ്ടി ജയിലിൽ വിളിക്കാനോ അല്ലെങ്കിൽ SNDPയുടെ NSSന്റെ ഒക്കെ ഭാരവാഹികൾക്കൊക്കെ അത് പറ്റണുള്ളൂ. അവര് ഒരു ആ നേതൃത്വത്തിന് ഇതുണ്ട്. അല്ലെങ്കിൽ പിന്നെ YMCA പോയി അല്ലെങ്കിൽ പള്ളിയിൽ പാട്ട് പാടുന്നവനൊക്കെ പറ്റും. മനസ്സിലായില്ലേ? എല്ലാത്തവനും എങ്ങനെ നേതൃത്വം കൊടുക്കണേ? അപ്പൊ ഇവർക്കൊക്കെ ഒരു ഡ്യൂറസ് ഉണ്ട്, കാരണം ഇവർക്ക് പരിചയമുണ്ട്. അതിപ്പോ ഒന്നും വേണ്ടല്ലോ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തേക്കണ 10 കൊല്ലം ഇന്ത്യയിൽ ജീവിച്ചു പോയവരാണ് ഫാർ മോർ സക്സസ്ഫുൾ. അവർക്ക് ലീഡർഷിപ്പും പൊളിറ്റിക്കൽ ഇതുകൊണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വിത്തിൻ എൻകറേജ് ചെയ്യുന്നില്ല, അവർ പുറത്തുനിന്ന് കൊണ്ടുവരണം. പിന്നെ ആകെ പ്രോഗ്രാമേഴ്സിന് എന്തെങ്കിലും ലീഡർഷിപ്പ് കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കേമഗ്, ഈ യൂസർ ഗ്രൂപ്പ്സാ. അല്ലാതെ പറയാതാണല്ലേ. ഇനി അല്ലെങ്കിൽ പിന്നെ ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയണം, കലാ സാംസ്കാരിക രംഗങ്ങളിൽ മറ്റേ പാട്ട് പാടാനൊക്കെ അറിയാമെങ്കിൽ കേട്ട്. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. മനസ്സിലായില്ലേ? കോർപ്പറേറ്റിനെ എതിർക്കുന്നവർ കോർപ്പറേറ്റിൽ അധികാരികളാവുന്നു. പിന്നെ അവർ കോർപ്പറേറ്റ് നടത്തുന്നു കുറച്ച്. അത് ഈ നിങ്ങൾ കമ്പനിയിലാണ് രാത്രി 2 മണിയൊക്കെ പണിയെടുപ്പിക്കുന്നത്. അതാണ് അവിടെ നോക്കി അറിയാൻ പറ്റും. അതെ, അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഒരാളെ അങ്ങനെ ചെയ്യില്ല. മനസ്സിലായില്ലേ? അതായത് ഒരു സോഫ്റ്റ്വെയറിൽ ഇൻട്രിൻസിക് ആയിട്ട് ഗ്രോ ചെയ്തുന്ന ഒരാൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ കരിയർ ഗ്രോത്തിലൊക്കെ കൺസേൺ ഉണ്ടാവും. അയാളെ വിട്ട് പിടിക്കും. അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയാത്തവൻ പ്രോഗ്രാമേഴ്സിന്റെ മുകളിലിരുന്ന് അവിടെ നടക്കും. സത്യം. അപ്പൊ അതാണ് എന്റെ കാര്യം. പിന്നെ ഈ ഇത് മെഷീൻ ലേണിംഗ് മോഡൽ വരെ ഒരു ഇൻഡക്ഷൻ ബേസ്ഡ് തിയറി ആക്കി മാറ്റണം. അല്ല, അതിപ്പോ വേറെ കാര്യം. രാജീവ് മൽഹോത്ര പറയണ്ടായിരുന്നു, ഈ ഇന്ത്യയിലെ IAS അയാൾ IFS ഓർഗനൈസേഷനിൽ പോയി സംസാരിച്ചെന്ന്. ഒറ്റെണ്ണത്തിന് ഇന്ത്യയുടെ ഗ്രാൻഡ് നറേറ്റീവ് എന്താ, ഇന്ത്യ എന്താന്ന് അറിയാത്തവന്മാരൊക്കെയാണ് സിവിൽ സർവീസ് എക്സാമിന് പാസ്സാവും. ഇവന്മാരാണ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യണത്. ഇവിടെ കിട്ടിയ അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഇത് ഈ ലാൽ പറഞ്ഞതിന് ഞാൻ കാണുന്ന ഒറ്റ പ്രോബ്ലം സാർ, ഈ ടോപ്പ് ഡൗൺ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. സാറ് പറഞ്ഞത് അത് തന്നെയാണ്. ഈ ബോട്ടം അപ്പ് ആയിട്ട് ഉള്ള മീൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അത് എംപ്ലോയ് ചെയ്യാന്നുള്ളതേ പറ്റുള്ളൂ. അതിന്റെ എക്സിസ്റ്റൻസ് തന്നെ. ഈ ഞാൻ പറയട്ടെ, മ്യൂസിക്കൽ ചെയറിൽ എല്ലാവർക്കും ചെയറിലിരിക്കാൻ പറ്റുന്ന പറയാം, കുറച്ചൊരു തോന്നും. ഓരോ റൗണ്ട് കഴിയുമ്പോ അത് പോണം. അതിന് ഞാനൊന്നും പറയണില്ല കേട്ടോ. ചത്ത് പോണെന്ന് പറഞ്ഞ ഇനിയിപ്പൊ വേറെ ഇതിന് വേറെ ആർഗ്യുമെന്റ് വെക്കാലോ.
ഇതുകൊണ്ടാണോ, ഇനിയിപ്പോ പ്രേമനൈരാശ്യം കൊണ്ടാണോ, ഇനിയിപ്പോ അവർക്ക് സാംക്രമിക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഇങ്ങനെ 100 കൂട്ടം വാദം ഏൺസ്റ്റൈൻകാർ നിർത്തും ഇല്ലേ? എന്നിട്ട് അവര് ക്രൂരന്മാരാന്ന് പറയാൻ വേണ്ടി ഇവിടെ കുറെ പേര് കാത്തിരിക്കണ്ടോ? ഇപ്പൊ ഞാൻ തന്നെ ക്രൂരനാന്ന് പറയാൻ വേണ്ടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ വൈക്കാരങ്ങനെ ചെയ്തു എന്നോ ചെയ്തില്ല എന്നോ അല്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഇൻഡസ്ട്രിയിൽ നാളെ വേറൊരാൾക്ക് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, അത് ടോപ്പ് ഡൗൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് ബിസിനസിന് പ്രശ്നമായിരിക്കും. അപ്പോൾ കൾച്ചറലി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കൾച്ചറലി ചേഞ്ച് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ഉണ്ട്. ആൾക്കാരുടെ ഭയവും ആൾക്കാരുടെ സിസ്റ്റങ്ങളെ കുറിച്ച് അറിവ് കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. സി മെയിൻ ട്രാജഡി എന്താണെന്നറിയോ? വെദർ യു ആർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു അപ്ലൈഡ് മാത്തമാറ്റിക്സ് PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം സെൻട്രിക് വ്യൂ ടുവേർഡ്സ് ലൈഫ് ഇല്ല ആൾക്കാർക്ക്. അവരുടെ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റും അങ്ങനെ വെച്ച ഒരു കുറച്ച് ബ്രോഡർ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലാ കമ്പനികളും അങ്ങനത്തെ ആൾക്കാരെ കാണാം ഒളിച്ച് ജീവിക്കണം. മനസ്സിലായില്ലേ? അതായത് they have done well in academics. അവർ നല്ല സ്ഥലത്തൊക്കെ പോയി പഠിച്ചു. അവർക്ക് മനസ്സിലായി ഈ മാഡ്നസിന്റെ ഉള്ളിൽ അവർക്ക് ഒന്നും അധികം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ ഒതുങ്ങി, അവർക്ക് ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലത്തിലേക്ക് ഒതുങ്ങി അവർ ഒളിച്ചിരിക്കും. അതേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഗെയിമിന്റെ ഉള്ളിലോട്ട് പ്ലഞ്ച് ചെയ്യും. അപ്പൊ ഈ കോക്ഷ്യൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് അതിപ്പോ പീറ്റർ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? എവരി മാൻ റൈസസ് ടു ഹിസ് ലെവൽ ഓഫ് ഇൻകോമ്പറ്റൻസ് എന്നാണ്. ഓക്കെ, അപ്പോ ഈ കഴിവിൽ നിന്ന് കഴിവുകളിലോട്ട് ഉയരുന്നവനെ ഹൈറാർക്കിയിൽ സ്ഥാനമുള്ളൂ. ആ കഴിവുകേട് കോർട്ട് ചെയ്യാനും എന്താ പറയാ അവിടെ നിന്നിട്ട് ആ എന്താ പറയാ ഒരു അതിനൊരു ഉത്തരവില്ല ശരിക്കും. മനസ്സിലായില്ലേ? എന്തിന്റെ പേരിലും കാരണം ഒരു ഡിറ്റർമിനിസ്റ്റിക് 100% ഫുൾ പ്രൂഫ് പ്രോസസ് ആരും കണ്ടുപിടിച്ചിട്ടുള്ള ഹൗ ടു ഓർഗനൈസ് ഹ്യൂമൻസ്. അതില് ഫാൾസ് പോസിറ്റീവ്സ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടായാൽ മതിയാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറൊരു സൈഡ് ചോദിക്കട്ടെ. അതായത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സാധനം പറയട്ടെ. ബന്ധമുണ്ട്, നേരത്തെ പറഞ്ഞതുമായിട്ടാണ് ബന്ധം. ഈ കാനഡയിലോട്ട് ചെല്ലുമ്പോൾ കാസ്റ്റ് ബേസ് ഹരാസിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്നുള്ള സംഭവം. അമേരിക്ക, കാലിഫോർണിയ. ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഇപ്പം എൻ്റെ കമ്പനിയിൽ എന്താ പറയുക, ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനെയർ ഉണ്ട്. അത് എല്ലാ 6 മാസവും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതിനെ എനിക്ക് ഇതേപോലെ പറയാൻ പറ്റില്ലേ? അതായത് നമ്മൾ അവിടുത്തെ എംപ്ലോയീസിന്റെ ഗുണമായിരിക്കും. ഇല്ലില്ല, അത് നിങ്ങളുടെ കമ്പനിയിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നെഫാരിയസ് ഗെയിം ഉണ്ട്. അവിടെ ഒരു ലോബിയിങ് നടക്കുന്നുണ്ട്. അത് IIT-നെയും IIMs-നെയൊക്കെ താറടിക്കാൻ വേണ്ടിയാ. ആലോചിച്ച് നോക്ക്, ഇന്നത്തെ ഇത്രയും നോളജ് ഡെമോക്രറ്റൈസ് ചെയ്ത വേൾഡിൽ ദർ ഇസ് നോ നീഡ് ഫോർ എ ഹാർവർഡ്, MIT ഓർ ഈവൺ IIT. അപ്പൊ അവര് പല രീതിയിൽ അത് ചെയ്യുന്നതാണത്. നിങ്ങൾക്ക് മനസ്സിലായ? വൈ ഷുഡ് യു ഗോ ടു ഹാർവർഡ് അതർ ദാൻ ദ അലൂമിനി നെറ്റ്വർക്ക്? ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല അവർക്ക്. എസ്പെഷ്യലി സ്റ്റാർട്ടപ്പിലൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ടെക് സർക്കിളിൽ. ഓക്കെ, MIT ആണെങ്കിൽ ചിലപ്പോ അവിടുത്തെ കുറച്ച് പ്രോസസ്സിന് ഫണ്ടൊക്കെ അടിക്കാൻ പറ്റും. ഓക്കെ, ഒരു ഇതുണ്ട്. സ്റ്റാൻഫോർഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ്. പക്ഷെ ഹ്യൂമാനിറ്റീസ്, ഈ ഡിപ്പാർട്ട്മെന്റിൽ ഹ്യൂമാനിറ്റീസ് കൊണ്ട് എന്നാ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയണേ? അവരുടെ മറ്റേ വെസ്റ്റേൺ നറേറ്റീവ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് വേറെ ഇന്ത്യക്കാരന് ട്രസ്റ്റ് ഇല്ലാണ്ടാക്കുന്നതന്നെ ഇവരുടെ ഈ നറേറ്റീവ്സാണ്. മനസ്സിലായില്ലേ? ആ നറേറ്റീവ് ഇവിടുത്തെ ആൾക്കാർ ബിലീവ് ചെയ്യണോണ്ട് അതിന് കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ലൈഫ് കിട്ടി. ഞാൻ മലയാളികളോട് ഫോണിൽ വിളിച്ച് 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏത് ടെക്നിക്കൽ ഡൗട്ടും എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. എനിക്ക് മാർട്ടിൻ ഫോളറിനെ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ കാര്യം. വെസ്റ്റേൺ സൈക്കോളജിയിൽ എഴുതിക്കണം 90% ബുൾഷിറ്റാ. അതായത് 1% സൈക്കോളജി എടുത്തിട്ട് 100% പേർക്കിടും. ലബോറട്ടറി കണ്ടീഷനിൽ നടക്കുന്ന പലതും സൈക്കോളജിയിലോ ഈവൺ എക്കണോമിക്സിലോ ഒന്നും റീപ്രൊഡ്യൂസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആ അന്ധവിശ്വാസം പഠിച്ചു പോകും. പിടികിട്ടുക. അപ്പൊ ആൾട്ടർനേറ്റ് സോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ ഗെയിം ഇപ്പൊ സ്ത്രീ വിമോചനം തന്നെ എൻ്റെ ഒരു കണ്ണില് അതൊരു എന്താ പറയാ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കണ്ടുപിടുത്താന്ന് പറഞ്ഞത്. കാരണം ഒരു സ്ത്രീയും ഇസ്ലാമിലെ ദുരാചാരങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കണേ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? അല്ല, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ പിന്നെ അപ്പൊ ഞാൻ പറയാം 4-8 കുമാര് അത് പരിഷ്കരണ്ട്. നമുക്ക് മനസ്മൃതി ഉണ്ടെന്ന് പറയും. പിന്നെ നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയാ ലൈംഗിക ഉടമ്പടിയാന്ന് പറയും. അപ്പൊ നമുക്ക് പവിത്രത പാടില്ല. അപ്പൊ എന്നിട്ട് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കുന്നു. അല്ല, അത് അവരുടെ ബുക്കില് അങ്ങനെയാണത്. ബുക്കിൽ എഴുതി അപ്പൊ ഇങ്ങനത്തെ അപ്പൊ എങ്കിൽ ഇത് അംഗീകരിച്ചു കൊടുക്കുക. അപ്പൊ നമുക്കും മനുസ്മൃതിയും മറ്റേ ഭവിഷ്യപുരാണമൊക്കെ വേണമെന്ന് പറഞ്ഞാലോ ഇന്ത്യ ഓടും. അല്ല അപ്പൊ ഈ പറയണ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ചില ആൾക്കാരെ ചെറിപ്പിക്ക് ചെയ്യുമ്പോഴാണ് ഇതിന്റെ പ്രശ്നം തന്നെ. അപ്പൊ എന്റെ കണ്ണിൽ ഞാൻ പറഞ്ഞുതരാം, ഹൈന്ദവർക്ക് ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ കോർപ്പറേറ്റ്സ് വേണം. മിഡിൽ ക്ലാസ് ഹൈന്ദവർക്ക്. That's the only reason why I support this thing. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ സോക്കാൾഡ് എന്താ പറയാ നായർ ഇങ്ങനെ മറ്റേ റിസർവേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് അവരുടെ റിസർവേഷനാണ് കോർപ്പറേറ്റ്. ഡൗട്ടുണ്ടോ? അല്ല പറഞ്ഞു. അല്ലെങ്കിൽ 90കളിൽ ആലോചിച്ച് നോക്ക്, കോളേജ് ഡ്രോപ്പ് ആയിട്ട് എനിക്കൊരു സാധനം കിട്ടി. മറ്റേതാണ് ഇവർ റെഗുലേറ്റ് ചെയ്യും. അതാ പറഞ്ഞേ കച്ചവട താല്പര്യം വിൽ ടേക്ക്. അപ്പൊ അതുകൊണ്ടാണ് ആ കോർപ്പറേറ്റിനോടുള്ള ഒരു ഇത്. കാരണം കോർപ്പറേറ്റിനെ പലപ്പോഴും തകർക്കാൻ നോക്കുന്നത് സെമറ്റിക് മതങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ജൂതന്മാരല്ല. ഓക്കെ, അവരെ ഞാൻ മാറ്റിയിരുന്നു. ബാക്കിയെല്ലാം ഈ കോർപ്പറേറ്റ് വിരുദ്ധതയെ പറയുള്ളൂ. മദ്യം കുടിക്കാൻ പാടില്ല, അതായത് കള്ളു കുടിക്കാൻ പാടില്ല, ചാരായം കുടിക്കാം. അപ്പൊ ഈഴവന്മാര് പട്ടിണി കിടന്നോളൂ. അപ്പൊ മതം മാറും. ഇതൊക്കെയാണ് ഗെയിം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ എല്ലാവരും പറ്റിക്കുന്ന പരിപാടിയാണ് കോർപ്പറേറ്റ്. എല്ലാവരും പറ്റിക്കും ആണോ? ഇനി ഗുണ്ടകൾ വന്നു കഴിഞ്ഞാൽ അവനെ നിയമപരമായി ഒതുക്കും. മനസ്സിലായില്ലേ? മൂലധനം വെച്ച് അതല്ലേ ബ്യൂട്ടിഫുൾ. നീതി നടപ്പാവും. അത്യാവശ്യമൊക്കെ എത്തിക്സ് ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ കിട്ടിയ അപ്പൊ അതാണ് ഈ കോർപ്പറേറ്റിനോട്. ഇപ്പൊ നാളെ ഇപ്പൊ എന്റെ മോൻ ചിലപ്പോ കോർപ്പറേറ്റിൽ പോയി സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ കുറിച്ച്, പക്ഷെ അത് അവന്റെ യോഗം തന്നെ ആയിരിക്കുള്ളൂ. മനസ്സിലായില്ലല്ലോ? അത് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, അത് ഞാൻ പറയാന ഒരു എഡ്ജ് കേസിനെ പിടിച്ചിട്ട് അതിനെ ഇതാക്കാനുള്ള കേസല്ല. അങ്ങനെയല്ല. എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, ഇപ്പൊ കേരളത്തില് CITUവിന്റെ കുറച്ച് ആൾക്കാര് IBSലും നെസ്റ്റിലും USTയിലൊക്കെ ട്രേഡ് യൂണിയൻ അവന് കാത്തിരിക്കാന്ന്. പിന്നെ BMS വരും, പിന്നെ INTUC വരും, പിന്നെ റെഗുലേഷൻ വരും, പിന്നെ എന്നെ വരെയുള്ള കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെ എങ്ങനെ കയറും അതിൻ്റെ ഉള്ളത്? അതായത് മറ്റേ റോബർട്ട് മാർട്ടിന്റെ ഒരു ടോക്ക് ഉണ്ട്, ഓത്ത് ഓഫ് ദി സ്ക്രൈബ്സ്. കേട്ടിട്ടുണ്ടോ? അത് ഒരു മിനിറ്റ്. അതെ, സ്ക്രൈബ്സ് ഓത്ത്. ഗോ ടു 2017 ഇട്ടേക്കണം. ഞാനത് ഇവിടെ അത് യൂട്യൂബാണോ? യൂട്യൂബ്. ഈ ടോക്ക് ഒന്നുണ്ട്. എവിടെയുണ്ടെന്ന് ചരിത്രം ഇതൊന്ന് ഫോർവേഡ് ചെയ്തേ. നിങ്ങളുടെ അടുത്ത് ഇട്ടു. അത് ഏതിലാ വന്നേ? ചാറ്റില്. ഈ സോഫ്റ്റ്വെയറില് റെഗുലേഷൻ വന്നാലുള്ള പ്രോബ്ലംസ് ഒക്കെ ഇതിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ പ്രൈവറ്റ് സെക്ടറിന്റെ ആ ഓപ്പൺനെസ് ഇല്ലേ, അതായത് ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ട്രാൻസ്പെറൻസി ഉണ്ട്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികളെക്കാളും മതസംഘടനകളെക്കാളും ട്രാൻസ്പെറൻസി കോർപ്പറേറ്റിനുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധിക്കുള്ളിലുള്ള ക്രൈമേ അവിടെ നടക്കുള്ളൂ.
പിന്നെ എൻട്രോൺ മാരികളൊക്കെ നടക്കൂട്ടാ, അത് രാഷ്ട്രീയക്കാര് കൂടെ നിന്നുകൊണ്ടാണ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻഡേഴ്സിനൊക്കെ അടുത്ത് ഉള്ളിലിടറായിരുന്നു. മനസ്സിലായില്ലേ? അന്ത കാലത്ത് 84 വിട്ടുപിടി. അപ്പൊ ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് വിച്ച് അഫക്ട്. കാരണം ആ കോർപ്പറേറ്റിന്റെ എക്കണോമിക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കണ വരെ ഈ മനുഷ്യർക്ക് ഈ പറയുന്ന ഇത്രയും ക്രൗഡഡ് വേൾഡില് സ്വാതന്ത്ര്യത്തിന്റെ നോമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണ്ടേ? മനസ്സിലായില്ലേ? അപ്പൊ അതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പൊ ഈ കോർപ്പറേറ്റില് റിസർവേഷൻ കൊണ്ടുവരിക, ഇതൊക്കെ കുറെ കലാപരിപാടികളുണ്ട്. മനസ്സിലായില്ലേ? അതിനൊരു ഓട്ടോ കറക്ഷൻ മെക്കാനിസം ഉണ്ടെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും? കാരണം എപ്പോഴും ഒരു പ്രോഗ്രാമേഴ്സിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി. ഇപ്പോഴും ഒക്കെ കമ്പനി വരെ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ UK മറ്റേ അവിടുത്തെ ബിസിനസ് റോബസ്റ്റ്നെസ് ആണ് ഞാൻ ക്യാഷ് ചെയ്യാൻ നോക്കണേ. ഒരു കിട്ടിയ അല്ലാതെ ഇപ്പൊ ഇവിടെയും ഇതേമാതിരി മറ്റേ സൊസൈറ്റിയുടെ സിവിക് സെൻസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെഗുലേഷൻ വരും. പക്ഷെ ഇതൊരു കോംപ്ലിക്കേറ്റഡ് തിങ് ആണ് നമ്മുടെ നാട്ടില്. മനസ്സിലായില്ലേ? പഠിത്തമില്ലാത്തവർക്ക് കൂടുതൽ കുട്ടികളുള്ളൂ. അപ്പൊ എന്തൊറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരക്ഷകര് വീണ്ടും കൂടും. അപ്പൊ അവനെ തെറ്റിപ്പോയിട്ട് അപ്പൊ വീണ്ടും കുറെ കോർപ്പറേറ്റ് വന്നു. അപ്പൊ ഉള്ള കാർഡും കൂടി വെട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ പ്രശ്നം. അതിനൊരു ഇതില്ല. അപ്പൊ ഗ്യാസ് ലൈറ്റിംഗ് ആണോ എന്നുള്ള ചർച്ച നമ്മള് ഇന്ന് കോർപ്പറേറ്റ് ഗവർണൻസിൽ എത്തിയിരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്തിയാലോ അല്ലേ? അതെ.